ഓക്കെ, കേൾക്കാവല്ലോ പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. SSCയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സൗണ്ട് ക്ലാരിറ്റി ഓക്കെ ആണോ? ഓക്കെ, സ്ക്രീൻ കാണാലോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ എന്നുള്ള പാഠത്തിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഇൻ ദ CGS സിസ്റ്റം ഈസ്. ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഇൻ ദ CGS സിസ്റ്റം ഈസ്. സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റത്തിൽ മാഗ്നറ്റിക് ഇന്റൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. 𝗚𝙤𝗧, ഓപ്ഷൻ എ 𝗚𝙤𝗧, ഓപ്ഷൻ ബി ഗോസ്, ഓപ്ഷൻ സി കണ്ടേല, ഓപ്ഷൻ ഡി വെബർ. ഉത്തരം ഓപ്ഷൻ എ 𝗚𝙤𝗧 ആണ്. ഓപ്ഷൻ എ 𝗚𝙤𝗧. മാഗ്നറ്റിക് ഇന്റൻസിറ്റിനെ CGS സിസ്റ്റത്തിൽ, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് 𝗚𝙤𝗧 ആണ്. ഇനി ഒന്ന് രണ്ട് പോയിന്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ടത്: മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്നുള്ളൊരു ടേം നമ്മൾ ഇവിടെ കണ്ടു. മാഗ്നറ്റിക് ഇന്റൻസിറ്റി തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുക. ആ ഒരു രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും അതിന്റെ CGS സിസ്റ്റത്തിൽ യൂണിറ്റ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാലും അത് 𝗚𝙤𝗧 തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. അപ്പം മാഗ്നറ്റിക് ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇതിന്റെ CGS സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് 𝗚𝙤𝗧 എന്ന് പറയുക. ഓപ്ഷൻ എ 𝗚𝙤𝗧. ഇനി ഒരു പോയിന്റ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, 𝗚𝙤𝗧 എന്ന് പറയുന്ന ടേം വന്നത് ഒരു സയന്റിസ്റ്റിന്റെ പേര്, ഒരു ഫിസിസിസ്റ്റിന്റെ പേരിൽ നിന്നാണ്. ഒരു ഡാനിഷ് ഫിസിസിസ്റ്റ് ആയിട്ടുള്ള, ഡെൻമാർക്കിൽ നിന്നുള്ള ഡാനിഷ് ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ഹാൻസ് ക്രിസ്ത്യൻ 𝗚𝙤𝗧 എന്ന് പറയുന്ന ഫിസിസിസ്റ്റിൽ നിന്നാണ് ഈ 𝗚𝙤𝗧 എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ടായത്, ആ ഒരു ടേം ഉണ്ടായത്, യൂണിറ്റിന്റെ ഒരു ടേം ഉണ്ടായത്. അതുകൂടെ ഓർത്ത് വെക്കുക. ഡാനിഷ് ഫിസിസിസ്റ്റ്, ഡെൻമാർക്കിൽ നിന്നുള്ള ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ഹാൻസ് ക്രിസ്ത്യൻ 𝗚𝙤𝗧 നിന്നാണ് ഈ ഒരു യൂണിറ്റ്, ഈ ഒരു ടേം ഉണ്ടാകുന്നത്. അതേപോലെ ഓപ്ഷൻസിൽ വന്നിട്ടുള്ള ഓപ്ഷൻ ബി ഗോസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു യൂണിറ്റ് ആണ്. CGS സിസ്റ്റത്തിൽ തന്നെ ഒരു യൂണിറ്റ് ആണ്. CGS സിസ്റ്റത്തിൽ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി CGS സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഗോസ് എന്ന് പറയുക. ഗോസ് ഇസ് ദ യൂണിറ്റ് which is used to represent magnetic flux density in CGS system. CGS സിസ്റ്റത്തിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഗോസ് എന്ന് പറയുക. ഓപ്ഷൻ സി കണ്ടേല ഓൾറെഡി പല ആവർത്തി പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ PYQ ഡിസ്കഷനിലൊക്കെ പറഞ്ഞതാണ്. ലൂമിനസ് ഇന്റൻസിറ്റി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന SI യൂണിറ്റ് ആണ്. ഏത് സിസ്റ്റത്തിലെ യൂണിറ്റ് ആണെന്നോട് ഓർത്ത് വെക്കുക. SI സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് കണ്ടേല എന്ന് പറയുക. ലൂമിനസ് ഇന്റൻസിറ്റി മറ്റൊരു രീതിയിൽ നമ്മൾ ഇത് കണ്ടേല ഡിഫൈൻ ചെയ്തിരുന്നു. ഫോട്ടോമെട്രിയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ PYQ ഡിസ്കഷനിൽ പറഞ്ഞാണ്. ഫോട്ടോമെട്രിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടേല തന്നെയാണ്. ഫോട്ടോമെട്രിയുടെയും അതേപോലെ ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? കണ്ടേല. പിന്നെ ഇവിടെ ഓപ്ഷൻ ഡി ആയിട്ട് വന്നിരിക്കുന്ന വെബർ എന്ന് പറയുന്നത് ഒരു SI യൂണിറ്റ് ആണ്. SI സിസ്റ്റത്തിലെ ഒരു യൂണിറ്റ് ആണ്. SI യൂണിറ്റ് തന്നെയാണ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് ആണ് വെബർ എന്ന് പറയുക. അപ്പൊ 4 യൂണിറ്റ് ഓർത്ത് വെക്കുക. 𝗚𝙤𝗧 എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ്. ഗോസ് എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിലെ തന്നെ ഒരു യൂണിറ്റ് ആണ്. എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതിനുശേഷം പറഞ്ഞ കണ്ടേല എന്ന് പറയുന്ന ലൂമിനസ് ഇന്റൻസിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന SI സിസ്റ്റത്തിലെ ഒരു യൂണിറ്റ് ആണ്.
ഫോട്ടോമെട്രി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SI സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന അത് അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതെന്താണ് കണ്ടേള് തന്നെയാണ്. ലാസ്റ്റ് ഓപ്ഷൻ വെബർ എന്ന് പറയുന്ന SI യൂണിറ്റ് ആണ് എന്തിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ പോയിന്റ്സ് അണ്ടർ ലിസ്റ്റ് 1 വിത്ത് ദോസ് അണ്ടർ ലിസ്റ്റ് 2. ഇപ്പൊ ലിസ്റ്റ് 1 കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് തന്നിട്ടുണ്ട്, ലിസ്റ്റ് 2 അതിന്റെ യൂസസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് മാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സെക്സ്റ്റന്റ്. സെക്സ്റ്റന്റ് എന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്റ്റുകൾ, രണ്ട് വിസിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് വിസിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിനിടയിലുള്ള ആംഗിൾ, ടു വിസിബിൾ ഒബ്ജക്ട്സിനിടയിലുള്ള ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സെക്സ്റ്റന്റ് എന്ന് പറയാം. സെക്സ്റ്റന്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ആംഗിൾ ബിറ്റ്വീൻ ടു വിസിബിൾ ഒബ്ജക്ട്സ്. വിസിബിൾ ആയിട്ടുള്ള രണ്ട് ഒബ്ജക്ട്സിനിടയിലുള്ള ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്, ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, സെക്സ്റ്റന്റ് എന്ന് പറയാം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മെഷേഴ്സ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വിസിബിൾ ഒബ്ജക്ട്സ്. അപ്പോൾ ലിസ്റ്റ് 1 എന്ന് പറയുന്ന സെക്സ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ തന്നെയാണ്. ലിസ്റ്റ് 2 ഓപ്ഷൻ എ ആണ്. മെഷേഴ്സ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വിസിബിൾ ഒബ്ജക്ട്സ്. വിസിബിൾ ആയിട്ടുള്ള രണ്ട് ഒബ്ജക്ട്സിനിടയിലെ ആംഗിൾ മെഷർ ചെയ്യുന്നു ഡിവൈസ് ഏതാണ്, സെക്സ്റ്റന്റ്. ഇറ്റ് മെഷേഴ്സ് ആംഗിൾ ബിറ്റ്വീൻ ടു വിസിബിൾ ഒബ്ജക്ട്സ്. രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് യുഡോമീറ്റർ ആണ്. യുഡോമീറ്റർ എന്ന് പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് വേറൊരു രീതിയിൽ അറിയപ്പെടാറുണ്ട്, റെയിൻ ഗേജ് എന്ന് അറിയപ്പെടാറുണ്ട്. അപ്പൊ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും റെയിൻഫോളിന്റെ എമൗണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. റെയിൻഫോളിന്റെ എമൗണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് യുഡോമീറ്റർ എന്ന് പറയുക. ഇറ്റ് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ. റെയിൻ ഗേജ് എന്നും അറിയപ്പെടുന്നു. മൂന്നാമത്തെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് തെർമോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റീസിലുള്ള റേഡിയന്റ് ഹീറ്റ്. ഓപ്ഷൻ ബി, സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് റേഡിയന്റ് ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് തെർമോഫൈൽ എന്ന് പറയുക. തെർമോഫൈൽ ഒരു സർഫേസിൽ നിന്ന് റേഡിയേഷൻ വഴി പുറത്തേക്ക് വരുന്ന ചെറുത് മിനിമം ക്വാണ്ടിറ്റീസ് ഓഫ് റേഡിയന്റ് ഹീറ്റ് മാത്രം മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്, ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, തെർമോഫൈൽ എന്ന് പറയുക. ലാസ്റ്റ് വൺ പൈറോമീറ്റർ. തെർമോമീറ്ററിന്റെ ഒക്കെ ഒരു വലിയ കൂടിയ സാധനമാണ് പൈറോമീറ്റർ എന്ന് പറയുക. പൈറോമീറ്റർ എന്താണ്, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. പൈറോമീറ്റർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഓപ്ഷൻസ് ഏതായിരിക്കും വരിക, ഒന്നാമത്തേത് ഓപ്ഷൻ സെക്സ്റ്റന്റ് എന്ന് പറയുന്നത് ഏതാണ്, ലിസ്റ്റ് 2 എ ആണ്, 1A. രണ്ടാമത്തെ എന്താണ്, യുഡോമീറ്റർ ഡി ആയിട്ടാണ് മാച്ച് ചെയ്യുക. ഓപ്ഷൻ ബി ആയിരിക്കും. മൂന്നാമത്തെ തെർമോഫൈൽ എന്നുള്ളത് ഓപ്ഷൻ ബി ആയിട്ട്, ലിസ്റ്റ് 2 ബി ആയിട്ടാണ് മാച്ച് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ബി. സെക്സ്റ്റന്റ് എന്താണ്, വിസിബിൾ ആയിട്ടുള്ള രണ്ട് ഒബ്ജക്ട്സിനിടയിൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. യുഡോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, റെയിൻ അളക്കാനുള്ള റെയിൻ ഗേജ് എന്നറിയപ്പെടുന്ന ഇൻസ്ട്രുമെന്റ് ആണ് യുഡോമീറ്റർ എന്ന് പറയുക. തെർമോഫൈൽ എന്ന് പറയുന്നത് റേഡിയേഷൻ വഴി പുറത്തേക്ക് വരുന്ന ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് ഓഫ് റേഡിയന്റ് ഹീറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് തെർമോഫൈൽ എന്ന് പറയുക. ഒരു സർഫേസിന്റെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് പൈറോമീറ്റർ എന്ന് പറയുക. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which of the following statements are correct about the electrical resistance and resistivity of a wire? റെസിസ്റ്റൻസിനെ പറ്റിയും റെസിസ്റ്റിവിറ്റിയെ പറ്റിയും തന്നിട്ടുള്ള ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി? ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബോത്ത് ക്വാണ്ടിറ്റീസ് ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വയർ. ബോത്ത് ഡിപ്പെൻഡ് ഓൺ ദ ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റിവിറ്റി ഓഫ് വയർ. പിന്നെ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് വയർ. റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ വയർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകൾ. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. അതാണ് റെസിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് എന്ന് പറയാം. റെസിസ്റ്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തെടുക്കുന്നെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. റെസിസ്റ്റൻസ് കേസിൽ ഓർത്തു വെക്കേണ്ട 2 പോയിന്റ്. ഒന്ന്, റെസിസ്റ്റൻസ് R വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്
ലെങ്തുമായിട്ടാണ്. എന്തിന്റെ ലെങ്ത്? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഏത് കണ്ടക്ടർ ആണോ, ഏത് കാര്യമാണോ, ഏത് സബ്സ്റ്റൻസ് ആണോ ഞാൻ കൺസിഡർ ചെയ്യുന്നത്, ഏത് സബ്സ്റ്റൻസിന്റെ റെസിസ്റ്റൻസ് ആണോ ഞാൻ കൺസിഡർ ചെയ്യുന്നത്, ആ ഒരു സബ്സ്റ്റൻസിന്റെ ലെങ്തിനോട് അതിന്റെ റെസിസ്റ്റൻസ് എങ്ങനെ പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. റെസിസ്റ്റൻസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ വയർ. വയർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വയർ, അല്ലെങ്കിൽ ഏത് സാധനമാണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ലെങ്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിന്റെ റെസിസ്റ്റൻസ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തിനോടാണ്? തന്നിരിക്കുന്ന സാധനത്തിന്റെ ലെങ്തിനോട്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്തിനോടാണ്? റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുക തന്നിരിക്കുന്ന സാധനത്തിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇപ്പൊ നമ്മളൊരു വയറിന്റെ കേസ് തന്നെ കൺസിഡർ ചെയ്യാം. ഒരു മെറ്റാലിക് വയറിന്റെ കേസ് തന്നെ കൺസിഡർ ചെയ്യാം. കണ്ടക്ടർ ആണ്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇലക്ട്രിക് കറന്റിനെ സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യാൻ സമ്മതിക്കുന്ന സാധനമാണ് മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറയാം. അപ്പം മെറ്റാലിക് വയർ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടെ റെസിസ്റ്റൻസ്, ആ മെറ്റാലിക് വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ വയറിന്റെ ലെങ്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇതിനെ ഞാൻ അങ്ങ് ഒന്നിച്ച് എഴുതുവാണ്. റെസിസ്റ്റൻസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു L/A. L/A എന്ന് എഴുതുവാണ്. L എന്താണ്? ലെങ്ത് ഓഫ് ദ വയർ. ലെങ്ത് ഓഫ് ദ വയർ. ലെങ്ത് ഓഫ് ദ വയർ. പിന്നെ A എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഈ രണ്ട് പോയിന്റ് ഓർത്ത് വെക്കുക. ഇനി ഞാൻ ഇവിടെ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊപ്പോർഷണാലിറ്റിയുടെ സിമ്പിളിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. പിന്നെ ഈക്വൽ സിമ്പിൾ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഈക്വൽ ടു, അവിടെ ഞാനൊരു സാധനം കൊണ്ടുവരുവാണ്. റോ എന്നുള്ളൊരു കോൺസ്റ്റന്റിനെ ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. റോ ഇമ്പോർട്ടന്റ് ആണ്. റോ എന്നുള്ളൊരു കോൺസ്റ്റന്റിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണ്? ആ പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റി ഞാൻ അവിടെ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരുന്നു. ഇനി ബാക്കി എന്തുമായിരിക്കും? L/A. R equal to rho L/A. R equal to rho L/A. ഇമ്പോർട്ടന്റ് ആണ്. R equal to rho L/A. ഇതാണ് റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്ന് പറയാം. ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. റെസിസ്റ്റൻസ് എന്ന ടേം കേട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ഫോർമുല മൈൻഡിൽ വരണം. എന്നാൽ ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഇപ്പൊ ഇവിടെ റോ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ റോ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റെസിസ്റ്റിവിറ്റി. ചോദ്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റിവിറ്റി എന്നുള്ള ടേം കാണാം. ആ റെസിസ്റ്റിവിറ്റി തന്നെയാണ് എന്ത് പറയാ? റോ എന്ന് പറയാ. റോ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി. L എന്താണ്? കൺസിഡർ ചെയ്തിരിക്കുന്ന വയറിന്റെ ലെങ്ത് ആണ്. A എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റി അവിടെ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കോൺസ്റ്റന്റ് എന്താണ്? റോ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. റോ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. ഒന്ന്, റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. SI യൂണിറ്റ് ഈസ് ഓം. ഓം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓം ആണ് റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന SI യൂണിറ്റ് എന്ന് പറയുക. റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ഓമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്ക്രീനിൽ കാണാം. ഓമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്ക്രീനിൽ കാണാം. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ഓർത്ത് വെക്കുക, ഓം ആണ്. റെസിസ്റ്റൻസ് SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അപ്പൊ റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റോ L/A. ടേംസ് ഓർത്ത് വെക്കുക. ഇനി സെന്റൻസ് ഓരോന്നും ഇത് അനലൈസ് ചെയ്യാം. എന്താണ് ഒന്നാമത്തെ സെന്റൻസ്? ബോത്ത് ക്വാണ്ടിറ്റീസ്. ഒന്നാമത്തെ സെന്റൻസ്, ബോത്ത് ക്വാണ്ടിറ്റീസ് ഡിപ്പെൻഡ് ഓൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വയർ. ബോത്ത് ക്വാണ്ടിറ്റീസ്. ഏതൊക്കെ ക്വാണ്ടിറ്റീസാ? റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും. ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുവോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ? ഇല്ല. കാരണം നമുക്കറിയാം റെസിസ്റ്റൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായിട്ടുള്ള ബന്ധം റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുള്ള രണ്ടാമത്തെ സെന്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ ഡയറക്ട്ലി ഡിപ്പെൻഡ് അല്ല. ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റെസിസ്റ്റൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബോത്ത് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. ബോത്ത് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. ഇത് ട്രൂ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഓർത്ത് വെക്കുക. രണ്ട് സാധനം, അതായത് റെസിസ്റ്റൻസും
റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ജനറലി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യും? റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്തിനെ ടെമ്പറേച്ചർ ആയിട്ടുള്ള ബന്ധം? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റിവിറ്റി ഓഫ് വയർ. റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ. ശരിയാണ്. കാരണം എന്താ? അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റി എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? റെസിസ്റ്റിവിറ്റി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, ലെങ്തിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, റെസിസ്റ്റിവിറ്റിയോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ത്? റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ വയർ ആൻഡ് റെസിസ്റ്റിവിറ്റി. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ട്രൂ ആണ്. നാലാമത്തെ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ വയർ. റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ വയർ. ശരിയാണോ? ചെക്ക് ചെയ്യാം. ഇക്വേഷൻ നമുക്കറിയാം. R is equal to rho L by A. ശരിയാണ്. ഇത് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. R by L is equal to rho by A. ഇവിടെ കാണാം, ഇത് ഇൻവേഴ്സ്ലി ആയിരിക്കും. റെസിസ്റ്റിവിറ്റിയും ലെങ്ത്തും ഇൻവേഴ്സ്ലി ആയിരിക്കും വരിക. ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. റെസിസ്റ്റിവിറ്റി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തിനോടായിരിക്കും? റെസിസ്റ്റൻസിനോടായിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനോടായിരിക്കും? ലെങ്തിനോടായിരിക്കും. റെസിസ്റ്റിവിറ്റി വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. റെസിസ്റ്റൻസ് അല്ല, റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മാറിപ്പോലെ. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ വയർ. റെസിസ്റ്റിവിറ്റി ഈസ് inversely proportional to length of the wire. Resistivity is inversely proportional to length of the wire. അപ്പം റെസിസ്റ്റിവിറ്റി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ വയർ. ശരിയാണോ? അല്ല. നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരി? 2, 3. ഒന്ന്, റെസിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. അതേപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ. അതും ശരിയാണ്. അപ്പം ഓപ്ഷൻ സി. ഏതാണ് ശരി ഉത്തരം? 2ഉം 3. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. In which year did Albert Einstein predict a new state of matter, the Bose-Einstein condensate, based on a quantum formulation by Indian physicist Satyendra Bose? ഇപ്പൊ SN ബോസ് എന്ന് പറയുന്നത് 1920s ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഫിസിസിസ്റ്റ് ആണ്. ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പഠനങ്ങൾ നടത്തിയ ഒരു ഫിസിസിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഐഡിയയുടെ പുറത്താണ് എന്ത് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്? ആൽബർട്ട് ഐൻസ്റ്റീൻ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അതിന്റെ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. വർഷം ഓപ്ഷൻ എ 1924. ആൻസർ ഓപ്ഷൻ എ 1924. 1924 ആൽബർട്ട് ഐൻസ്റ്റീൻ പുതിയൊരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന BEC അല്ലെങ്കിൽ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന പുതിയ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ടെന്നൊരു പ്രൊപ്പോസൽ അങ്ങ് വെക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സത്യേന്ദ്രനാഥ് ബോസിന്റെ ചില ഫോർമുലേഷൻസിനും പഠനത്തിനും അടിസ്ഥാനത്തിലാണ് ഐൻസ്റ്റീൻ ഇത്തരത്തിലൊരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ടെന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. വർഷം 1924. ഓർത്തു വെക്കുക. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണെന്നറിയാം. നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള 3 സ്റ്റേറ്റ് ഏതൊക്കെയാ? ഒന്ന് സോളിഡ്, ഫസ്റ്റ് വൺ ഈസ് സോളിഡ്, സെക്കൻഡ് വൺ ഈസ് ലിക്വിഡ്, തേർഡ് വൺ ഈസ് എന്തുവാ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പിന്നെ നാലാമത്തെ ഫോർത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മ എന്ന് പറയുന്നത് എന്തുവാ?
ഇലക്ട്രോൺസും അയോൺസും കംപ്രൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് പ്ലാസ്മ എന്ന് പറയുക. അഞ്ചാമത്തെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് ഇപ്പൊ പറഞ്ഞ BEC അല്ലെങ്കിൽ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയാം. ഇനി വേറൊരു പോയിന്റ് കൂടെ ഓർക്കുക, ഈ BEC എന്ന് പറയുന്നത് ഭയങ്കര താഴെ, അതായത് ഭയങ്കര വളരെ കൂളായിട്ടുള്ള ടെമ്പറേച്ചറിൽ മാത്രം ഒക്കർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് BEC എന്ന് പറയാം. ഇറ്റ് ഓൺലി ഒക്കേഴ്സ് ഇൻ സൂപ്പർ കൂൾഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ വളരെ താഴെ ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രം ഒക്കർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് BEC എന്ന് പറയാം. ഇറ്റ് ഓൺലി ഒക്കേഴ്സ് ഇൻ സൂപ്പർ കൂൾഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ വളരെ താഴെ ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ എന്ത് ഒക്കർ ചെയ്യുള്ളൂ, ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഒക്കർ ചെയ്യുള്ളൂ. അപ്പം ആ ടെമ്പറേച്ചറോട് ഓർത്ത് വെക്കുക, 0 കെൽവിൻ. കെൽവിൻ എന്താണെന്നറിയാം, SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് കെൽവിൻ. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് കെൽവിൻ എന്ന് പറയുക. ഇത് സെൽഷ്യസിൽ എങ്ങനെ എഴുതാം? 0 കെൽവിൻ എന്ന് പറയുന്നത് -273 ഡിഗ്രി സെൽഷ്യസ് അപ്രോക്സിമേറ്റ്ലി ആണ്. -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഒരു ടെമ്പറേച്ചറിനെ വിളിക്കുന്നത് ആബ്സല്യൂട്ട് സീറോ എന്നാണ്. ഇതുകൂടെ ഓർത്ത് വെക്കുക, ഈ ഒരു ടെമ്പറേച്ചറിനെ 0 കെൽവിനെ വിളിക്കുന്നത് ആബ്സല്യൂട്ട് സീറോ എന്നാണ്. 0 കെൽവിൻ ടെമ്പറേച്ചറിനെ വിളിക്കുന്നത് ആബ്സല്യൂട്ട് സീറോ എന്നാണ്. ഇപ്പൊ പോയിന്റ് പറയാൻ വന്നതാണ്, ഈ 0 കെൽവിൻ അടുത്താണ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് സീറോയ്ക്ക് അടുത്ത് മാത്രമാണ് എന്ത് ഒക്കർ ചെയ്യുക, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഒക്കർ ചെയ്യുക. സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ടാകണമെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി നിയർ ടു ദാറ്റ് ഓഫ് ആബ്സല്യൂട്ട് സീറോയ്ക്കോ അതിന് തൊട്ട് മുകളിലായിരിക്കണം. ഇനി ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിന്റ് കൂടി ഉണ്ട്. ആദ്യമായിട്ടൊരു ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ കണ്ടുപിടിച്ചത്, ഡിസ്കവർ ചെയ്തെന്ന് പറയുന്നത് 2 പേരാണ്. അവര് റുബീഡിയം ഗ്യാസ് ആറ്റംസിനെ സൂപ്പർ കൂൾ ചെയ്താണ് എന്ത് കണ്ടുപിടിക്കുന്നത്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിക്കുന്നത്. ഇത് ഓർത്ത് വെക്കുക, റുബീഡിയം ഗ്യാസ് ആണ്. റുബീഡിയം ഗ്യാസിനെ സൂപ്പർ കൂൾ ചെയ്തിട്ടാണ് ഒരു ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിക്കുന്നത്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരുണ്ട്. ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ, ഇമ്പോർട്ടന്റ് ആണ്, BEC വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ. ഒന്നാമത്തത് എറിക് കോർണൽ എന്ന് പറയുന്ന സയന്റിസ്റ്റും ഫിസിസിസ്റ്റും. രണ്ടാമത്തത് കാൾ വീമാൻ. 2 പേരാണ്, എറിക് കോർണലും കാൾ വീമനും. ഓർത്തു വെക്കുക, ആദ്യമായിട്ടൊരു ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സ്റ്റേറ്റിലുള്ള ആ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ കണ്ടുപിടിച്ച 2 പേരാണ് എറിക് കോർണലും കാൾ വീമനും. വർഷം 1995 1995 ഇത് കണ്ടുപിടിക്കുന്നത്. സൂപ്പർ കൂൾഡ് ആയിട്ടുള്ള റുബീഡിയം ഗ്യാസിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ കണ്ടുപിടിക്കുന്നത്. ആബ്സല്യൂട്ട് സീറോ ഓർത്ത് വെക്കുക, ടെമ്പറേച്ചർ ഓർത്ത് വെക്കുക, 0 കെൽവിൻ ആണ്. അപ്പം ചോദ്യം എന്താണ്, ഐൻസ്റ്റീൻ BEC പ്രപ്പോസ് ചെയ്യുന്ന വർഷം, ഇങ്ങനൊരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉള്ളത് ഐൻസ്റ്റീൻ പ്രപ്പോസ് ചെയ്യുന്ന വർഷം 1924. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡോപ്ലർ എഫക്ട് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ക്രിസ്റ്റ്യൻ ഡോപ്ലർ, ആൻ ഓസ്ട്രിയൻ ഫിസിസിസ്റ്റ് ഹു ഡിഡ് ഇറ്റ് ഇൻ. ഡോപ്ലർ എഫക്ട് പ്രപ്പോസ് ചെയ്യുന്ന ആളുടെ പേരും ക്വസ്റ്റ്യനിൽ തന്നെ വന്നിട്ടുണ്ട്. ക്രിസ്റ്റ്യൻ ഡോപ്ലർ ആണ്, ഒരു ഓസ്ട്രിയൻ ഫിസിസിസ്റ്റ് ആണ്. അത് പ്രപ്പോസ് ചെയ്യുന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഡോപ്ലർ എഫക്ട് പ്രപ്പോസ് ചെയ്യുന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. വർഷം ഓപ്ഷൻ എ 1842. 1842 ഡോപ്ലർ എഫക്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഇനി ഡോപ്ലർ എഫക്റ്റിന്റെ കേസിൽ ഓർത്തു വെക്കേണ്ട പോയിന്റ്, പൊതുവെ സൗണ്ട് വേവ് വെച്ചാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഡോപ്ലർ എഫക്റ്റ് പൊതുവെ ഡിഫൈൻ ചെയ്യുക സൗണ്ട് വേവ് വെച്ചാണ്. അപ്പം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ടാവും. ഈ സൗണ്ട് കേൾക്കുന്ന ഒരു ഒബ്സർവർ ഉണ്ടാവും. ഇപ്പോൾ ഓർക്കേണ്ട പോയിന്റ്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ട്, സൗണ്ട് കേൾക്കുന്ന ഒരു ഒബ്സർവർ ഉണ്ട്. ഇവര് തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ
ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എക്സാക്ട് ഫ്രീക്വൻസിയിലായിരിക്കത്തില്ല ആര് ഈ സൗണ്ട് കേൾക്കുന്നത്, ഒബ്സർവർ ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സും സൗണ്ട് കേൾക്കുന്ന ഒബ്സർവറും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ ഈ സൗണ്ട് കേൾക്കുന്ന ഒബ്സർവർ കേൾക്കുന്ന അതേ ഫ്രീക്വൻസി, ആ ഒരു ഫ്രീക്വൻസി ആയിരിക്കത്തില്ല ആ സൗണ്ടിന്റെ യഥാർത്ഥ ഫ്രീക്വൻസി. ഫ്രീക്വൻസിയിൽ ഒരു വ്യത്യാസം ഉണ്ടാകും എന്ന് പറയുന്ന എഫക്റ്റ് ആണ്. ആ ഒരു എഫക്റ്റിനെയാണ് എന്ത് പറയുക, ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുക. ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ആരാ, ക്രിസ്ത്യൻ ഡോപ്ലർ. ഒന്നുകൂടെ പറയാം, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ട്, സൗണ്ട് കേൾക്കുന്ന ഒരു ഒബ്സർവറും ഉണ്ട്. ഇനി ഇവര് തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും വരുന്ന ഒരു മോഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ സൗണ്ടിന് ഉണ്ടാവുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഈ ഒരു ഫ്രീക്വൻസിയിലായിരിക്കത്തില്ല ഒബ്സർവർ ഈ സൗണ്ട് കേൾക്കുന്നത്. ആ ഒരു ഫിനോമിനാണ് എന്ത് പറയുക, ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുക. കണ്ടീഷൻ ഓർത്ത് വെക്കുക, സോഴ്സ് ആൻഡ് ഒബ്സർവർ ഷുഡ് ബി ഇൻ റിലേറ്റീവ് മോഷൻ. സോഴ്സ് ഒബ്സർവർ എന്തായിരിക്കണം, റിലേറ്റീവ് മോഷൻ ആയിരിക്കണം. ഇതാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുക. അപ്പം നമ്മൾ ചോദ്യം ഇതായിരുന്നു, ഡോപ്ലർ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട അല്ല പ്രൊപ്പോസ് ചെയ്യപ്പെട്ട വർഷം 1842. CGL ക്വസ്റ്റ്യൻ ആണ്. 1842 ഡോപ്ലർ എഫക്റ്റ് പ്രൊപ്പോസ് ചെയ്യപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തേത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. ഇൻ ഒപ്റ്റിക്സ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ സബ്സ്റ്റൻസ് is described by formula n equal to c by v. n equal to c by v എന്നല്ലെങ്കിൽ ന്യൂ എന്ന് വേണേലും പറയാം. ന്യൂ equal to c by v where c is dash. c എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല ഓർത്ത് വെക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് is equal to ഒരു റേഷ്യോ ആണ് അല്ലെ, c by v എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇറ്റ് ഈസ് റേഷ്യോ ബിറ്റ്വീൻ c and v. എന്തുവായിരിക്കും റേഷ്യോ എന്ന് പറയാ, c is speed of light in vacuum, വാക്യൂത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡാണ് c എന്ന് പറയുക. v എന്തായിരിക്കും, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. തന്നിരിക്കുന്ന മീഡിയവും അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. എന്തുവാ ചെയ്യുന്നത്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയവും തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി, തന്നിരിക്കുന്ന ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ വേണ്ടി. ഓപ്ഷൻ എ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ് ഓപ്ഷൻ എ. നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് ചോദിച്ചിരിക്കുന്നത് സി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണ് സി എന്ന് പറയാം. സിയുടെ വാല്യൂ അറിയായിരിക്കുമല്ലോ. സിയുടെ വാല്യൂ എന്തുവാ, സിയുടെ വാല്യൂ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് സിയുടെ വാല്യൂ എന്ന് പറയാം. വാല്യൂ ഓഫ് സി ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓർത്ത് വെക്കുക. എന്താണത്, ഒരു റേഷ്യോ ആണ്. എന്തൊക്കെ തമ്മിലുള്ളതാണ് ഈ റേഷ്യോ, വാക്വത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡും അതേപോലെ മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോനെയാണ് എന്ത് പറയാ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തരുന്ന ലോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ദ ലോ വിച്ച് ഗീവ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് സ്നെൽസ് ലോ. അത് പിന്നീട് ഫിസിക്സിന്റെ ക്ലാസ്സുകൾ വരുമ്പോൾ ആ ടോപ്പിക് എടുക്കുമ്പോൾ പറഞ്ഞു പോവാം. എന്നാലും ജസ്റ്റ് ഓർത്ത് വെക്കുക, sin i by sin r എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് sin i by sin r എന്ന് തരുന്ന ഒരു ഡെഫിനിഷൻ ആണ്. ഏത് ലോ എന്ന് പറയാ, സ്നെൽസ് ലോ എന്ന് പറയാ. sin i by sin r. i എന്തായിരിക്കും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. r എന്തായിരിക്കും, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. റിഫ്ലക്ഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ കാണാനുള്ളതാണ്. അതുകൊണ്ട് അത് ഓർത്ത് കൂടുതൽ ടൈം കളയേണ്ട കാര്യമില്ല. എന്നാലും ഓർത്ത് വെക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഡെഫിനേഷൻ തരുന്ന ലോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലോ എന്ന് പറയുന്നത്, സ്നെൽസ് ലോ ആണ്. sin i by sin r.
ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഐ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആർ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെയും സൈനുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് പറയാ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. n ഈക്വൽ ടു സി ബൈ വി. n ഈക്വൽ ടു സി ബൈ വി എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വേണേലും പറയാം. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വേണേലും പറയാം. ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സെയിം സാധനം തന്നെയാണ്. ജനറൽ ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടേം വെച്ച് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ന്യൂ ഈക്വൽ ടു സി ബൈ വി. ഇനി അതല്ലാണ്ടൊരു ടേം എന്ന് പറയുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് മറ്റൊന്നുമല്ല, നമ്മൾ പറഞ്ഞു ഇവിടെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ റേഷ്യോയിൽ മുകളിലത്തെ വാല്യൂ എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. അതിന് പകരം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 വേറൊരു മീഡിയം ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു മീഡിയത്തിന്റെ സ്പീഡ് എടുക്കുന്നതിനാണ് എന്ത്, വാക്വം അല്ല വേറൊരു മീഡിയം ആണ് കൺസിഡർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയാണ് എന്ത് പറയാ, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഡെഫിനേഷൻ ഒന്നാണ് ന്യൂ ഈക്വൽ ടു സി ബൈ വി. സിയുടെ വാല്യൂ ഓർത്ത് വെക്കുക 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ 1928 who discovered that when a ray of colored light enters a liquid, a fraction of the light scattered by that liquid is of different color. 1928 ഒരാളൊരു സാധനം കണ്ടുപിടിച്ചു. എന്താണ് ആ പരിപാടി? ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു റേ ഓഫ് കളേർഡ് ലൈറ്റ്, കളറുള്ള ഒരു റേ ഓഫ് ലൈറ്റ് ഒരു ലിക്വിഡിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു സ്കാറ്ററിംഗ് പ്രോസസ്സ് നടക്കുന്നു. ആ സ്കാറ്ററിംഗ് പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലൈറ്റിന്റെ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുക വേറൊരു കളറായിരിക്കും. ഈ ഒരു ഫിനോമിനെയാണ് എന്ത് പറയുക, നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്ന രാമൻ ഇഫക്റ്റ് എന്ന് പറയാം. രാമൻ ഇഫക്റ്റ് ഡിസ്കവർ ചെയ്ത ആളാരായിരിക്കും? ഇന്ത്യൻ ഫിസിസിസ്റ്റ് ആയിട്ടുള്ള സർ സി വി രാമനാണ് രാമൻ ഇഫക്റ്റ് ഡിസ്കവർ ചെയ്യുന്നത്. വർഷം ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ഓർത്ത് വെക്കുക 1928. 1928 രാമൻ ഇഫക്റ്റ് ഡിസ്കവർ ചെയ്യുന്നത്. എന്താണ് രാമൻ ഇഫക്റ്റിനൂടെ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തുമായിരിക്കും? ഒരു കളേർഡ് ലൈറ്റ് ഒരു ലിക്വിഡിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അവിടെ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകുമ്പോൾ ആ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിന്റെ ഒരു ഫ്രാക്ഷൻ, കുറച്ച് ഭാഗം എന്നുള്ളത് മറ്റൊരു കളർ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യുന്ന എഫക്റ്റിനെയാണ്, ആ ഒരു ഫിനോമിനെയാണ് എന്ത് പറയാ, രാമൻ ഇഫക്റ്റ് എന്ന് പറയാ. പ്രപ്പോസ് ചെയ്ത ആള് ശ്രീ വി രാമനാണ്. വർഷം 1928. എസ്.എൻ. ബോസിന്റെ കേസ് ഓൾറെഡി നമ്മൾ പറഞ്ഞ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എസ്.എൻ. ബോസ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വാണ്ടം ഫിസിക്സ് മെയിൻ ആയിട്ട് പഠിച്ച, മെയിൻ ആയിട്ട് ആ ഒരു ശ്രേണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഫിസിസ്റ്റ് കൂടെയാണ് ആര്, എസ്.എൻ. ബോസ് എന്ന് പറയുക. അപ്പം ഏത് വർഷമാണ് BEC പ്രപ്പോസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഐൻസ്റ്റീൻ BEC പ്രപ്പോസ് ചെയ്യപ്പെടുന്നത് 1924 ഡിസ്കവർ ചെയ്യുന്നത്. BEC ഡിസ്കവർ ചെയ്യുന്ന വർഷം നമ്മൾ പറഞ്ഞു 1995. എന്ത് ഡിസ്കവർ ചെയ്യപ്പെടുക? BEC ഡിസ്കവർ ചെയ്യപ്പെടുക. ഓൾറെഡി നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. പിന്നെ ലാസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ജോൺ ടിൻഡൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഡയാമാഗ്നറ്റിസത്തെ പറ്റി പഠിച്ച ആളാണ്. ഡയാമാഗ്നറ്റിസത്തെ പറ്റി, മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച ഒരു ഫിസിസ്റ്റ് കൂടെയാണ് ആര്, ജോൺ ടിൻഡൽ സ്റ്റഡി ഡയാമാഗ്നറ്റിസം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് എളുപ്പമാണ്, ഓൾറെഡി യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. 1 astronomical unit and 1 parsec are units of dash. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റുകളാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റും പാർസെക്കും. എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന? കറന്റ് ഉണ്ട്, മാസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, വോളിയം ഉണ്ട്. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ലെങ്ത് ആയിരിക്കും. ലെങ്ത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റുകളാണ് എന്തെന്ന് പറയാ, അസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ പാർസെക് എന്നൊക്കെ പറയാം. പാർസെക്.
ലെങ്ത്തിന്റെ എസ് ഐ യൂണിറ്റ് അറിയാം, എന്താണ്? മീറ്റർ ആണ്. ലെങ്ത്തിന്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ആണ്. മാസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. കറന്റിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കറന്റിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ഓൾറെഡി പഠിച്ച സാധനമാണ് ആംപിയർ. ഇനി ലെങ്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 1-2 ടേമുകളൂടെ നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ജസ്റ്റ് ഓർത്തു വെക്കാൻ വേണ്ടി, ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്താണ്? ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സി മൈൽ അല്ലെങ്കിൽ നോട്ടിക്കൽ മൈൽ. സി മൈൽ അല്ലെങ്കിൽ നോട്ടിക്കൽ മൈൽ, ഇതൊക്കെ എന്താണ്? ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റുകളാണ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഓർത്ത് വെക്കുക, ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പാർസെക് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സി മൈൽ അല്ലെങ്കിൽ നോട്ടിക്കൽ മൈൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. ഒരു റിലേഷനോട് ഇവിടെ ഓർത്ത് വെക്കുക. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. 1 പാർസെക് ഈസ് 3.26 ലൈറ്റ് ഇയർ. 3.26 ലൈറ്റ് ഇയർ. ഈ ഒരു റിലേഷനോട് ഓർത്ത് വെക്കുക. ഒരു പാർസെക് എന്ന് പറയുന്നത് എത്ര ലൈറ്റ് ഇയർ ആണ്? 3.26 ലൈറ്റ് ഇയർ. 3.26 ലൈറ്റ് ഇയർ. ഇവരെയൊക്കെ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ നമ്മൾ യൂണിറ്റ്സിന്റെ ആ ഒരു ചാപ്റ്ററിൽ കണ്ടതാണ്, ആ ഒരു സെക്ഷനിൽ കണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ടൈം കളയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഓർത്ത് വെക്കുക. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പാർസെക്, സി മൈൽ, നോട്ടിക്കൽ മൈൽ, ഇവയൊക്കെ എന്താണ്? ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? When white light passes through prism, the colors which bends the least is. When white light passes through prism, the colors which bend the least is. ഏത് കളറാണ് ഏറ്റവും കുറവ് ബെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിന് മുമ്പ് വൈറ്റ് ലൈറ്റ് ഒരു പ്രിസം വഴി പാസ് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്, ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്തുവാ? ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ് എന്നാണ്. ഒരു വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുന്നു, പ്രിസം വഴി പാസ് ചെയ്യുന്നു. അവിടെ ഈ വൈറ്റ് ലൈറ്റ് അതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്. പ്രോസസ്സിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്. പ്രോസസ്സിന്റെ പേര് ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ് എന്നാണ്. ഡിസ്പെർഷൻ ഓഫ് ലൈറ്റിൽ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, വൈറ്റ് ലൈറ്റ് ഒരു പ്രിസം വഴി പാസ് ചെയ്യുമ്പോൾ അതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതാണ് ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയാം. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, ഫോം ചെയ്യുന്ന കളേഴ്സ് എന്തായിരിക്കും? നമുക്ക് ഓൾറെഡി അറിയാം. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ. കുറച്ചുകൂടെ വൃത്തിയിൽ എഴുതാം. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ ആണ് 7 കോൺസ്റ്റിറ്റ്യുവന്റ് കളേഴ്സ് ഓഫ് വൈറ്റ് ലൈറ്റ് എന്ന് പറയാം. 7 കോൺസ്റ്റിറ്റ്യുവന്റ് കളേഴ്സ് ഓഫ് വൈറ്റ് ലൈറ്റ് എന്ന് പറയാം എന്താണ്? വിബ്ജിയോർ ആണ്. ഇനി ഇതിന്റെ കേസിൽ ചോദിക്കാൻ സാധ്യതയുള്ള SSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2-3 സാധനങ്ങളാണ്. ഒന്ന്, ഈ തന്നിരിക്കുന്ന 7 കോൺസ്റ്റിറ്റ്യുവന്റ് കളേഴ്സിൽ ആർക്കാണ് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ? ഓർത്ത് വെക്കുക, വേവ് ലെങ്ത് ഏറ്റവും മാക്സിമം ആയിരിക്കുക റെഡ് കളറിനായിരിക്കും. വേവ് ലെങ്ത് ഈസ് മാക്സിമം ഫോർ റെഡ് കളർ. വേവ് ലെങ്ത് മിനിമം ആയിരിക്കുക, വേവ് ലെങ്ത് ഈസ് മിനിമം ഫോർ വയലറ്റ് കളറിനായിരിക്കും എന്ത് ഏറ്റവും മിനിമം ആയിരിക്കുക? വേവ് ലെങ്ത് മിനിമം ആയിരിക്കുക. ഓർത്ത് വെക്കുക, വേവ് ലെങ്ത് ഏറ്റവും കൂടിയത് ആർക്കാണ്? റെഡ് കളറിനാണ്. വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ആർക്കാണ്? വയലറ്റിനാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്ന അല്ല, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ബെൻഡ് ചെയ്യുന്ന ലൈറ്റ് ഏതാണെന്നാണ്, കളർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓർത്ത് വെക്കുക, വേവ് ലെങ്ത് കൂടിയിരിക്കുന്ന കളറായിരിക്കും ഏറ്റവും ലീസ്റ്റ് ബെൻഡ് ചെയ്യുക. വേവ് ലെങ്ത് ഏറ്റവും മാക്സിമം ആയിരിക്കുന്ന കളറായിരിക്കും ഏറ്റവും ലീസ്റ്റ് ബെൻഡ് ചെയ്യുക. The least bend color will be the color which has maximum wavelength. Wavelength ഏറ്റവും കൂടിയ കളർ ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ബെൻഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുക വയലറ്റ് ആയിരിക്കും. കാരണം എന്താണ്? വേവ് ലെങ്ത് കുറവാണ്. വേവ് ലെങ്ത് മിനിമം ആയിട്ടുള്ള വയലറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ മാക്സിമം ബെൻഡ് ചെയ്യുക.
മാക്സിമം ബെൻഡ് ചെയ്യുക. ഓർത്ത് വെക്കുക, വേവ് ലെങ്ത് മാക്സിമം ആയിട്ടുള്ള റെഡ് കളറാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ബെൻഡ് ചെയ്യുക. വേവ് ലെങ്ത് മിനിമം ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള വയലറ്റ് ആണ് മാക്സിമം ബെൻഡ് ചെയ്യുക. ഓപ്ഷൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? വെൻ വൈറ്റ് ലൈറ്റ് പാസസ് ത്രൂ പ്രിസം ദ കളേഴ്സ് വിച്ച് ബെൻഡ് ദ ലീസ്റ്റ് ഈസ്. ഏറ്റവും കുറച്ച് ബെൻഡ് ചെയ്യുന്ന കളർ ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞ പ്രകാരം ഏതാണ്? റെഡ് കളറാണ്. റെഡ് കളറാണ്. എന്തുകൊണ്ടായിരിക്കും ഡിസ്പെർഷൻ നടക്കാൻ കാരണം? ഡിസ്പെർഷൻ നടക്കാൻ കാരണം എന്തുവാ? വൈറ്റ് ലൈറ്റിന്റെ കോൺസ്റ്റുവന്റ് കളേഴ്സിനെല്ലാം തന്നെ എന്താണ്? ഓരോ വെലോസിറ്റി ആണുള്ളത്. ഡിഫറെന്റ് വെലോസിറ്റീസിലാണ് ഈ ഒരു പ്രിസത്തിലേക്ക് വൈറ്റ് ലൈറ്റിലേക്ക് കളേഴ്സ് ഫോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓരോ രീതിയിൽ ബെൻഡ് ചെയ്ത് സ്പ്ലിറ്റ് ആവുന്നത്. അതുകൂടെ ഓർത്ത് വെക്കുക. ഡിഫറെന്റ് വെലോസിറ്റീസിലാണ് വൈറ്റ് ലൈറ്റിന്റെ കോൺസ്റ്റുവന്റ് കളേഴ്സ് പ്രിസത്തിലേക്ക് ഫോൾ ചെയ്യുക. അതുകൊണ്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് വരുന്നത്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഡിസ്പെർഷൻ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഉത്തരം. ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഡിഫറെന്റ് വെലോസിറ്റീസ്. ഇനി ഈ വിബ്ജിയോറിനെ ജനറൽ ആയിട്ട് വിളിക്കുന്ന പേരൂടെ ഓർത്ത് വെക്കുക. വിബ്ജിയോറിനെ വിളിക്കുന്ന പേരാണ് വിസിബിൾ സ്പെക്ട്രം അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ്. വിസിബിൾ സ്പെക്ട്രം എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താണ്? അത് വിബ്ജിയോർ തന്നെയാണ്. വിസിബിൾ സ്പെക്ട്രം. വിസിബിൾ സ്പെക്ട്രം. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഡിസ്പെർഷൻ ഓഫ് ദ ലൈറ്റ് ഓർത്ത് വെക്കുക. ഇനി 10ാമത്തെ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 10th question. Whose research was fundamental in establishing modern discipline known as surface tension? Surface tension. Surface tension എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആരുടെ പഠനം വഴി ഉരുത്തിരിഞ്ഞ് വന്നതാണ്? വിച്ച് ഡിസ്ക്രൈബ്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് ആൻഡ് സോളിഡ് സർഫേസ് ആൻഡ് ഇന്റർഫേസസ്. പൊതുവെ ലിക്വിഡിന്റെ കേസിൽ പറയുന്ന ഒരു ഫിനോമിനാണ് സർഫേസ് ടെൻഷൻ. ആരുടെ റിസർച്ച് ആണ് ഈ ഒരു കൺസെപ്റ്റ് എറൈസ് ചെയ്യാൻ കാരണമായിട്ട് പറയുക? ആരുടെ റിസർച്ച് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്നസ് പോക്കൽസ്. ഓപ്ഷൻ ഡി, ആഗ്നസ് പോക്കൽസ് എന്ന് പറയുന്ന ജർമ്മൻ ഫിസിസിസ്റ്റ്, ലേഡി ഫിസിസിസ്റ്റ് ആണ്. ആഗ്നസ് പോക്കൽസ് എന്ന് പറയുന്ന ജർമ്മൻ ഫിസിസിസ്റ്റ്. അവരുടെ പഠനമാണ് എന്തിലേക്ക് നയിക്കുക? സർഫേസ് ടെൻഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നയിക്കുക. ഇനി സർഫേസ് ടെൻഷനെ പറ്റി പറയുമ്പോൾ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തത് കൊഹേസീവ് ഫോഴ്സ്. കൊഹേസീവ് ഫോഴ്സ്. കൊഹേസീവ് ഫോഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. കൊഹേസീവ് ഫോഴ്സ്. സർഫേസ് ടെൻഷനെ പറ്റി പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് കൊഹേസീവ് ഫോഴ്സ്. എന്തായിരിക്കും കൊഹേസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെയിം സബ്സ്റ്റൻസിന്റെ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. സെയിം സബ്സ്റ്റൻസിന്റെ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. അതിനാണ് എന്ത് പറയാ? കൊഹേസീവ് ഫോഴ്സ് എന്ന് പറയാം. സെയിം സബ്സ്റ്റൻസിന്റെ. ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെ ആണെങ്കിൽ എന്ത് പറയും? അഥേസീവ് ഫോഴ്സ് എന്ന് പറയും. അഥേസീവ് ഫോഴ്സ്. കൊഹേസീവ് ഫോഴ്സും അഥേസീവ് ഫോഴ്സും. അഥേസീവ് ഫോഴ്സ് എന്തായിരിക്കും? ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. കൊഹേസീവ് ഫോഴ്സും അഥേസീവ് ഫോഴ്സും. കൊഹേസീവ് ഫോഴ്സ് ആൻഡ് അഥേസീവ് ഫോഴ്സ് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ പറയാൻ കാരണം ഈ സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു കൊഹേസീവ് ഫോഴ്സ് ആണ്. സർഫേസ് ടെൻഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൊഹേസീവ് ഫോഴ്സ്. സർഫേസ് ടെൻഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൊഹേസീവ് ഫോഴ്സ്. സർഫേസ് ടെൻഷൻ ഒരു കൊഹേസീവ് ഫോഴ്സ് ആണ്. സർഫേസ് ടെൻഷൻ ഈസ് എ കൊഹേസീവ് ഫോഴ്സ്. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി 11ാമത്തെ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11th question. ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 1995 with whom did Eric Cornell experimentally produce the first Bose-Einstein condensate in a rarefied gas of rubidium atoms at extremely low temperature? 1995 ആരുടെ കൂടെയാണ് എറിക് കോർണൽ ആദ്യത്തെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സ്റ്റേറ്റിലുള്ള മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യുന്നത്? ആളാരാ? ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ആളാരാണ്? ഓപ്ഷൻ എ കാൾ വീമാൻ. ഗുഡ്. ഓപ്ഷൻ എ കാൾ വീമാൻ. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാധനമാണ്. 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നറിയപ്പെടുന്നതാണ്. ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്യുന്ന ഐൻസ്റ്റീൻ ആണ് വർഷം 1924. ഡിസ്കവർ ചെയ്യുന്ന വർഷം 1995 ബൈ എറിക് കോർണൽ ആൻഡ് കാൾ വീമാൻ.
ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. സീസ്മോഗ്രാഫ് ഈസ് യൂസ്ഡ് ടു മെഷർ. സീസ്മോഗ്രാഫ് ഈസ് യൂസ്ഡ് ടു മെഷർ. എന്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സീസ്മോഗ്രാഫ്? സീസ്മോഗ്രാഫ് ഈസ് യൂസ്ഡ് ടു മെഷർ എർത്തുകേക്കിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്, ഇൻസ്ട്രുമെന്റ് ആണ് സീസ്മോഗ്രാഫ് എന്ന് പറയാം. സീസ്മോഗ്രാഫ് ഈസ് യൂസ്ഡ് ടു മെഷർ എർത്തുകേക്ക്. എന്തുകൊണ്ടായിരിക്കും എർത്തുകേക്ക് എറൈസ് ചെയ്യുക? എർത്തുകേക്ക് ഉത്ഭവിക്കാൻ കാരണം എന്തായിരിക്കും? ഇപ്പൊ എർത്തിന്റെ ക്രസ്റ്റിലുള്ള, ഇമ്പോർട്ടന്റ് ആണ്, എർത്തിന്റെ ക്രസ്റ്റിലുള്ള ഡിഫറെന്റ് പാർട്സ് ഈ ഡിഫറെന്റ് പാർട്സിനെ പറയുന്ന പേര് പ്ലേറ്റ്സ് എന്നാണ്. എർത്തിന്റെ ക്രസ്റ്റിലുള്ള പല പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് മൂലമാണ് എന്ത് എറൈസ് ചെയ്യുക? എർത്ത് കേക്ക് എറൈസ് ചെയ്യുക. എർത്തിന്റെ ക്രസ്റ്റിലെ ഡിഫറെന്റ് പാർട്സിനാണ് എന്ത് പറയുക? പ്ലേറ്റ്സ് എന്ന് പറയുക. ഈ പ്ലേറ്റ്സിന്റെ മൂവ്മെന്റുകൾ കൊണ്ടാണ് എന്ത് എറൈസ് ചെയ്യുക? എർത്ത് കേക്ക് എറൈസ് ചെയ്യുക എന്ന് പറയാം. ഇനി ഈ ക്രസ്റ്റിനടിയിൽ താഴ്ഭാഗത്തായിട്ട് ക്രിസ്റ്റിനടിയിലല്ല, എർത്തിന്റെ സർഫേസിന് താഴ്ഭാഗത്തായിട്ട് ഈ ഒരു സീസ്മിക് വേവ്സ് അല്ലെങ്കിൽ എർത്ത് കേക്കിന്റെ വേവ്സ് എറൈസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ് എന്ന് പറയാം. ഫോക്കസ്. എർത്ത് കേക്കിന്റെ സീസ്മിക് വേവ്സ് എറൈസ് ചെയ്യുന്ന, ഇറ്റ് എറൈസസ് ഫ്രം ഫോക്കസ് എന്നുള്ള പോയിന്റിൽ നിന്നാണ് സീസ്മിക് വേവ്സ് എറൈസ് ചെയ്യുക. എർത്തിന്റെ സർഫേസിന് താഴ്ഭാഗത്തായിട്ടുള്ള സീസ്മിക് വേവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് എന്ത് പറയുക? ഫോക്കസ് എന്ന് പറയുക. ഇനി ഫോക്കസിനോട് അടുത്ത് നിൽക്കുന്ന നിയറസ്റ്റ് പോയിന്റ് ഇൻ ദ സർഫേസ് ഓഫ് എർത്ത്, അല്ലെങ്കിൽ എർത്തിന്റെ ഗ്രൗണ്ട് സർഫേസിൽ ഫോക്കസിനോട് അടുത്ത് നിൽക്കുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എപ്പിസെന്റർ. ഇമ്പോർട്ടന്റ് ആണ്. എപ്പിസെന്റർ ഓഫ് ഫോക്കസ് ഓർത്ത് വെക്കുക. സീസ്മിക് വേവ്സ് എറൈസ് ചെയ്യുന്ന എവിടെ നിന്നാണോ അതിനെ പറയുന്ന പേരാണ് ഫോക്കസ്. ആ ഫോക്കസിനോട് ചേർന്ന് നിൽക്കുന്ന എർത്തിന്റെ സർഫേസിലെ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എപ്പിസെന്റർ. ആ ഒരു സർഫേസിലെ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എപ്പിസെന്റർ. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഹാർട്ട് ബീറ്റ് ഓപ്ഷൻ ഡി. ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യുന്ന എങ്ങനെയാ? ഹാർട്ട് ബീറ്റ് അല്ല, ബ്ലഡ് പ്രഷർ. ഓപ്ഷൻ എ, ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സ്പിഗ്മോമാനോമീറ്റർ ആണ് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയാം. നോർമൽ ബിപിയുടെ റേഞ്ചോട് ഓർത്ത് വെക്കുക. 120/80. നോർമൽ ബ്ലഡ് പ്രഷർ റേഞ്ച് ആണ് 120/80. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നോ മീഡിയം ഈസ് റിക്വയർഡ്? അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും 3 പ്രോസസ്സുകൾ വഴിയാണ്. ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ, സെക്കൻഡ് വൺ ഈസ് കൺവെക്ഷൻ, തേർഡ് വൺ ഈസ് റേഡിയേഷൻ. ഒന്നാമത്തേത് കണ്ടക്ഷൻ, രണ്ടാമത്തേത് കൺവെക്ഷൻ, മൂന്നാമത്തേത് റേഡിയേഷൻ. കണ്ടക്ഷൻ എന്താണ്? കണ്ടക്ഷൻ ഈസ് രണ്ട് ബോഡി തമ്മിലുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് വഴി നടത്തപ്പെടുന്ന ഹീറ്റിന്റെ ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയാ? രണ്ട് ബോഡി തമ്മിലുള്ള ഡയറക്റ്റ് കോണ്ടാക്ടിന്റെ വഴി നടത്തപ്പെടുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനാണ് എന്ത് പറയാ? കണ്ടക്ഷൻ എന്ന് പറയാം. എന്തായിരിക്കും കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോഡീസിനിടയിലുള്ള മോളിക്യൂൾസിന്റെ ട്രാൻസ്ഫർ വഴി അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് വഴി നടത്തപ്പെടുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയാ? കൺവെക്ഷൻ എന്ന് പറയാ. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഒരു ബോഡിയുടെ സർഫേസിൽ നിന്ന് റേഡിയേഷന്റെ രൂപത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിനാണ് എന്ത് പറയാ? റേഡിയേഷൻ എന്ന് പറയാം. ഒരു ബോഡിയുടെ സർഫേസിൽ നിന്ന് റേഡിയേഷൻ രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ്, ആ ഒരു ഫിനോമിനയാണ് റേഡിയേഷൻ എന്ന് പറയാം. ഇത് എളുപ്പമാണ്. മീഡിയം ആവശ്യമില്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രോസസ്സ് ഏതായിരിക്കും? ഓപ്ഷൻസിൽ ചാറ്റിൽ പറഞ്ഞ് മീഡിയം ആവശ്യമില്ലാതെ ഇത് ചെയ്യപ്പെടുന്ന, മീഡിയം ആവശ്യമില്ലാണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രോസസ്സ് ഏതായിരിക്കും? കണ്ടക്ഷൻ ഓൾറെഡി പറഞ്ഞു, ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. മറ്റേത് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി ശരിയാണ്. ഓപ്ഷൻ ഡി റേഡിയേഷൻ.
ഓപ്ഷൻ ഡി റേഡിയേഷൻ. 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാല്യൂ ഓഫ് ജി വാസ് ഫൗണ്ട് ബൈ. ദ വാല്യൂ ഓഫ് ജി. ജി എന്തുവാ? ജി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ് ജി എന്ന് പറയുക. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ് ജി എന്ന് പറയുക. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ് ജി എന്ന് പറയുക. ഇത് ഈ ഒരു ടേം എറൈസ് ചെയ്തത് ഏത് ലോ വഴിയാണ്? ഈ ടേം എറൈസ് ചെയ്യുക ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വഴിയാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വഴിയാണ് ഒരു ടേം എറൈസ് ചെയ്യുക. ഇതിന്റെ വാല്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, അത് പറഞ്ഞ് സമയം കളയുന്നില്ല. മറ്റേ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഫോഴ്സ് ഇസ് ഈക്വൽ ടു gm1. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു gm1m2/r². ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ PYQ ഡിസ്കഷനിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ജിയുടെ വാല്യൂ, ഇത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ ഇക്വേഷൻ ആണ്. ഇതിൽ ഈ ജിയുടെ വാല്യൂ കണ്ടുപിടിച്ച ആളാരാന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ്. ദ വാല്യൂ ഓഫ് ജി വാസ് ഫൗണ്ട് ബൈ ഹെൻറി കാവൻഡിഷ്. ലോ പ്രപ്പോസ് ചെയ്യുന്ന ആരാണ്? ന്യൂട്ടൺ ആണ്. പക്ഷെ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ഡിസ്കവേർഡ് ദ വാല്യൂ ഓഫ് ജി, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15th ക്വസ്റ്റ്യൻ, ഇമ്പൾസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്. ഇതും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇമ്പൾസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്. ഇമ്പൾസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇമ്പൾസിന്റെ ഫോർമുല ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി. ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി എന്നാണ് ഇമ്പൾസിനെ റെപ്രസെന്റ് ചെയ്യുക. എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുക? എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്ട് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഫോർ എ ഷോർട്ട് ടൈം. ചെറിയൊരു സമയത്ത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വലിയൊരു ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇമ്പൾസ്. ഓപ്ഷൻ സി, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഫോർ എ ഷോർട്ട് ടൈം. ചെറിയ സമയത്ത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുക? ഇമ്പൾസ് എന്ന് പറയാം. ഇമ്പൾസ്. ഇതിന്റെ SI യൂണിറ്റ് ഓർമ്മയുണ്ടോ? ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ടൈമിന്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ്. ന്യൂട്ടൺ സെക്കൻഡ്. ന്യൂട്ടൺ സെക്കൻഡ് ആണ് എന്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുക? ന്യൂട്ടൺ സെക്കൻഡ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇമ്പൾസ്. ന്യൂട്ടൺ സെക്കൻഡ് ഈസ് SI യൂണിറ്റ് ഓഫ് ഇമ്പൾസ്. ഇപ്പം നമ്മുടെ ഫിസിക്സിന്റെ പോർഷൻ അത്രയും കൊണ്ട് തൽക്കാലം നിർത്തുവാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഒക്കെ പറയുമ്പോൾ ഓരോ ടോപ്പിക്കുകൾ കവർ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു പോയത്. ഇനി 15th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 16th ക്വസ്റ്റ്യൻ, ബയോളജിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബയോളജിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CGL ക്വസ്റ്റ്യൻ ആണ്. ദ എക്സിറ്റ് ഓഫ് ഫുഡ് ഫ്രം ദ സ്റ്റൊമക്ക് ഈസ് റെഗുലേറ്റഡ് ബൈ ഡാഷ് മസിൽ. സ്റ്റൊമക്കിൽ നിന്നുള്ള ഫുഡിന്റെ എക്സിറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന മസിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. മസിൽ സ്പിങ്ക്ടർ മസിലാണ്. ഓപ്ഷൻ ബി, സ്പിങ്ക്ടർ മസിൽ. സ്പിങ്ക്ടർ മസിലാണ് ഈ ഒരു പ്രോസസ്സ് റെഗുലേറ്റ് ചെയ്യുക. എക്സിറ്റ് ഓഫ് ഫുഡ് ഫ്രം സ്റ്റൊമക്ക് ഈസ് റെഗുലേറ്റഡ് ബൈ ഡാഷ് മസിൽ. സ്പിങ്ക്ടർ മസിലാണ്. സ്പിങ്ക്ടർ മസിലാണ് ഈ ഒരു പ്രോസസ്സ് റെഗുലേറ്റ് ചെയ്യുക. അപ്പം ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഡൈജസ്റ്റീവ് പ്രോസസ്സുകളെ പറ്റി പറഞ്ഞിട്ടില്ല. ഡൈജസ്റ്റീവ് പ്രോസസ്സുകളെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ചില പോയിന്റുകളുണ്ട്. ഇപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബോഡി. ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബോഡി. ചോദ്യം എന്താണ്? ചോദ്യം സ്റ്റൊമക്കിൽ നിന്നും ഫുഡിനെ പുറത്തേക്ക് സഹായിക്കുന്ന ആ ഒരു പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്ന മസിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സ്പിങ്ക്ടർ മസിലാണ് അവിടെ ഉത്തരം. നമ്മൾ ഇനി ഇപ്പൊ പറയാൻ പോകുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് പ്രധാനമായിട്ടും നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ പ്രോസസ്സിന്റെ പല പാർട്ടുകളാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നടക്കുക. അപ്പോൾ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ പ്രധാനമായിട്ട് നമുക്ക് 5 ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ഇൻജഷൻ. ഫസ്റ്റ് വൺ ഈസ് ഇൻജഷൻ. രണ്ടാമത്തേത് ഡൈജഷൻ. മൂന്നാമത്തേത് അബ്സോർപ്ഷൻ. ഇപ്പൊ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നമ്മൾ 5 പാർട്ടായിട്ട് തിരിക്കുകയാണ്. ഒന്നാമത്തേത് ഇൻജഷൻ, രണ്ടാമത്തെ ഡൈജഷൻ, മൂന്നാമത്തെ അബ്സോർപ്ഷൻ, നാലാമത്തെ അസിമിലേഷൻ, അഞ്ചാമത്തേത് ഡെഫിക്കേഷൻ.
ഡെഫിക്കേഷൻ. ഓരോന്നും ഇതും പെട്ടെന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ ഈസ് ഇഞ്ചക്ഷൻ. ന്യൂട്രീഷന്റെ ഒന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ ആണ്. അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? മൗത്ത് ആണ്. മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി, അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി. മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി. ഇത് ഓർത്ത് വെക്കുക. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ട് വഴിയാണ് എന്ത് നടക്കുക? ഇഞ്ചക്ഷൻ നടക്കുക. ഇഞ്ചക്ഷൻ ടേക്സ് പ്ലേസ് ത്രൂ മൗത്ത്. അപ്പൊ തന്നെ മനസ്സിലായി കാണും ഇഞ്ചക്ഷൻ എന്താണ്? അകത്തോട്ടുള്ള ഫുഡിന്റെ ഇൻടേക്കിനെയാണ് എന്ത് പറയുക? ഇഞ്ചക്ഷൻ എന്ന് പറയാം. നടക്കുന്ന എവിടെ വഴിയാണ്? മൗത്ത് വഴിയാണ്. മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി. ഇനി മൗത്തിന്റെ കേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്, മൗത്തില് ഫുഡ് എത്തിക്കഴിയുമ്പോൾ അവിടെ നടക്കുന്ന സെക്രീഷൻ എന്താണ്? സലൈവയാണ്. സലൈവയുടെ സെക്രീഷൻ ആണ് ഫുഡ് മൗത്തിൽ എത്തിക്കഴിയുമ്പോൾ നടക്കുക. ഈ സലൈവ സെക്രീറ്റ് ചെയ്യുന്ന ഏത് ഗ്ലാൻഡ് ആണ്? സലൈവറി ഗ്ലാൻഡ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുക? സലൈവ സെക്രീറ്റ് ചെയ്യുക. ഇനി സലൈവറി ഗ്ലാൻഡിലുള്ള എൻസൈമിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. സലൈവറി അമിലേസ്. വേറൊരു എൻസൈം കൂടെ ഓർത്ത് വെക്കുക. ഈ അമിലേസിന്റെ തന്നെ ഒരു വകഭേദമായിട്ടുള്ള ത്യാലിൻ എന്ന് പറയുന്നത് എന്താണ്? സലൈവറി ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സലൈവയിലുള്ള എൻസൈമുകൾ തന്നെയാണ് എന്ത്? അമിലേസ് അല്ലെങ്കിൽ ത്യാലിൻ എന്ന് പറയുക. ഇനി അമിലേസിന്റെ ഫങ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അമിലേസ് ബ്രേക്സ് സ്റ്റാർച്ച് ഇൻറ്റു സിമ്പിൾ ഷുഗർ. സ്റ്റാർച്ചിനെ അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഫങ്ഷൻ ആണ് ആർക്കുള്ളത്? അമിലേസ് ബ്രേക്സ് സ്റ്റാർച്ച് ഇൻറ്റു സിമ്പിൾ ഷുഗർ. സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗർ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ ഒന്നാമത്തെ ഇഞ്ചക്ഷൻ അവിടെ ഓർത്ത് വെക്കുക. എന്താണ് ഇഞ്ചക്ഷൻ? മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി വഴിയുള്ള ഫുഡിന്റെ ഇൻടേക്ക് ആണ് ഇഞ്ചക്ഷൻ എന്ന് പറയുക. ന്യൂട്രീഷന്റെ ഫസ്റ്റ് പ്രോസസ് ആണ്. ഫുഡ് മൗത്തിൽ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിന്റെ സെക്രീഷൻ നടക്കുന്നു? സലൈവയുടെ സെക്രീഷൻ നടക്കുന്നു. ഫ്രം വിച്ച് ഗ്ലാൻഡ്? സലൈവറി ഗ്ലാൻഡ്. ഇനി സലൈവയിലുള്ള എൻസൈമുകളാണ് താഴെ പറഞ്ഞിരിക്കുന്ന രണ്ടെണ്ണം. ത്യാലിൻ അല്ലെങ്കിൽ അമിലേസ്. അമിലേസിന്റെ തന്നെ ഒരു വകഭേദമാണ് ത്യാലിൻ എന്ന് പറയുക. എന്താണ് അമിലേസിന്റെ ഫങ്ഷൻ ഓർത്ത് വെക്കുക? സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗർ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് സ്റ്റാർച്ച് ഇൻറ്റു സിമ്പിൾ ഷുഗർ. ഇതാണ് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫാരിൻസ് ആണ്. ഫാരിൻസ്. ഇനി ഒരു പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്, ഇഞ്ചക്ഷൻ നടക്കുന്നത് മൗത്ത് വഴിയാന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പ്രോസസ് ആയിട്ടുള്ള ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ നിന്ന് തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞ സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗർ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ്. ഇതെന്താണ്? ഇതൊരു ഡൈജസ്റ്റീവ് പ്രോസസ് ആണ്. അത് ഓർത്ത് വെക്കുക. ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്ന് തന്നെയാണ്? മൗത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇനി പറയുന്നത് ഫാരിൻസ് എന്ന് പറയാം. ഫാരിൻസ് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ ഞാൻ കഴിഞ്ഞ PYQ ഡിസ്കഷനിൽ പറഞ്ഞാണെന്നാണ് എൻ്റെ ഓർമ്മ. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെയും കോമൺ പാസേജ് ആണ്. ഇറ്റ് ഈസ് എ കോമൺ പാസേജ് ഫോർ ബോത്ത് റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെയും കോമൺ പാസേജ് ആണ് എന്തെന്ന് പറയാ? ഫാരിൻസ് എന്ന് പറയാം. ഫാരിൻസ് ഇസ് ദ കോമൺ പാസേജ് ഫോർ ബോത്ത് റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ നെക്സ്റ്റ് പാർട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈസോഫാഗസ് ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയാ. ഈസോഫാഗസ് എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് പൈപ്പ്. ഈസോഫാഗസ് ഈസ് ഓൾസോ കോൾഡ് ഫുഡ് പൈപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു മൗത്തിൽ നിന്ന് തന്നെ എന്ത് പ്രോസസ്സ് തുടങ്ങി? ഡൈജസ്റ്റീവ് പ്രോസസ്സ് തുടങ്ങി എന്ന് പറഞ്ഞു. ഈ ഡൈജസ്റ്റീവ് പ്രോസസ്സ് തുടങ്ങിയപ്പോൾ അവിടെ ഓർക്കേണ്ട പോയിന്റ്, പിന്നെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്ന ഫുഡ് എന്നല്ല, പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ വിളിക്കുന്ന പേര് കൈം എന്നാണ്. CHYME കൈം എന്നാണ് പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഈസോഫാഗസ് വഴി എന്താണ് സ്റ്റൊമക്കിലേക്ക് എത്തുക? ഈസോഫാഗസ് ക്യാരീസ് ഫുഡ് ടു സ്റ്റൊമക് അല്ലെങ്കിൽ കൈം ടു സ്റ്റൊമക്. ഫുഡിനെ സ്റ്റൊമക്കിലേക്ക് ക്യാരി ചെയ്യുന്ന ഫുഡ് പൈപ്പ് ആണ് എന്ത്? ഈസോഫാഗസ്. മൗത്തിൽ നിന്ന്, ഫാരിൻസിൽ നിന്ന് ഫുഡിനെ, കൈമിനെ സ്റ്റൊമക്കിലേക്ക് എത്തിക്കുന്ന ക്യാരി ചെയ്യുന്ന ഫുഡ് പൈപ്പിനെയാണ് എന്ത് പറയുക? ഈസോഫാഗസ് എന്ന് പറയാം. സ്വാഭാവികമായിട്ടും നാലാമത്തെ പാർട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. സ്റ്റൊമക് ആണ്. ഫോർത്ത് പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് സ്റ്റൊമക്. നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സ്റ്റൊമക് ആണ്. ഇപ്പം പ്രോസസ് ഏതാണ് നടക്കുന്നത്? ഇഞ്ചക്ഷൻ ഓൾറെഡി കഴിഞ്ഞു. ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഫസ്റ്റ് വൺ ഇഞ്ചക്ഷൻ ഓൾറെഡി കഴിഞ്ഞു. സെക്കൻഡ് വൺ ഈസ് ഡൈജസ്റ്റീവ് പ്രോസസ്സുകളാണ് ഇപ്പൊ നടക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പൊ സ്റ്റൊമക്കിൽ എത്തുമ്പോൾ ഡൈജസ്റ്റീവ് പ്രോസസ്സിന്റെ നെക്സ്റ്റ് പാർട്ടുകളാണ് നടക്കുക. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണ്ടേ, സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡ് ഏതായിരിക്കും? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്.
സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡ് ഏതായിരിക്കും? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. ഇനി ഗ്യാസ്ട്രിക് ഗ്ലാൻഡിന്റെ സെക്രീഷനെയാണ് എന്ത് പറയുക? ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയാം. ഗ്യാസ്ട്രിക് ഗ്ലാൻഡിന്റെ സെക്രീഷനെയാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയാം. ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയാം. ഗ്യാസ്ട്രിക് ഗ്ലാൻഡിന്റെ സെക്രീഷനെയാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുക. ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള എൻസൈമുകൾ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. എൻസൈംസ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് ഏതൊക്കെയാണെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണം മാത്രം ഓർത്ത് വെക്കുക. ഇപ്പം പെപ്സിൻ എന്നുള്ള എൻസൈം മാത്രം ഓർത്ത് വെക്കുക. പെപ്സിൻ ഒരു എൻസൈം ആണ്. എവിടെയുള്ളതാണ്? ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള എൻസൈം ആണ്. എന്താണ് പെപ്സിന്റെ ഫംഗ്ഷൻ എന്നോട് ഓർത്ത് വെക്കുക? പ്രോട്ടീനെ അമിനോ ആസിഡ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന എൻസൈം ആണ് എന്ത്? പെപ്സിൻ എന്ന് പറയാം. ഇറ്റ് ബ്രേക്സ് പ്രോട്ടീൻ ഇൻ ടു അമിനോ ആസിഡ്. പ്രോട്ടീൻ അമിനോ ആസിഡ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന എൻസൈം ആണ് എന്തെന്ന് പറയാ? പെപ്സിൻ എന്ന് പറയാം. ഓർത്ത് വെക്കുക, ഫാറ്റിന്റെ സിംപ്ലസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ആണ്. പ്രോട്ടീന്റെ സിംപ്ലസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അമിനോ ആസിഡ് ആണ്. ഫാറ്റിന്റെ ഫാറ്റി ആസിഡും പ്രോട്ടീന്റെ അമിനോ ആസിഡും ആണ്. ഈ രണ്ട് പോയിന്റ് മനസ്സിൽ വെക്കുക. ഇപ്പൊ ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും തന്നിരിക്കുന്ന ഒരു കമ്പോണന്റിനെ ബോഡിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സുകളാണ് എന്ത് പറയാ? ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ എന്ന് പറയാം. ഇതാണ് പല സ്റ്റെപ്പായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ബോഡിയിൽ നടക്കുന്നത്. ഇപ്പൊ സ്റ്റൊമക്കിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിൻ എന്ന് പറഞ്ഞ എൻസൈം എന്ത് ചെയ്യുന്നു? പ്രോട്ടീനെ അമിനോ ആസിഡ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സെക്രീഷൻ എന്ന് പറയുന്നത് ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിന്റെ പുറം ഭാഗത്തായിട്ടുള്ള സെല്ലുകളെ പറയുന്ന പേരാണ് ഓക്സിൻഡിക് സെൽ. ഗ്യാസ്ട്രിക് ഗ്ലാൻഡിന്റെ തന്നെ കവറിങ്സിനെ പറയുന്ന പേരാണ് ഓക്സിൻഡിക് സെല്ലുകൾ എന്ന് പറയുക. ഈ ഒരു കവറിംഗ് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻഡിന്റെ പാർട്ടിൽ നിന്നുമാണ് എന്ത് സെക്രീഷൻ വരിക? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സെക്രീഷൻ വരിക. HCl സെക്രീഷൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഫ്രം ഓക്സിൻഡിക് സെൽസ് ഓഫ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകളുടെ ഓക്സിൻഡിക് സെല്ലിൽ നിന്നാണ് എന്ത് സെക്രീറ്റ് ചെയ്യപ്പെടുക? HCl സെക്രീറ്റ് ചെയ്യപ്പെടുക. പോയിന്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തിനായിരിക്കും HCl സെക്രീറ്റ് ചെയ്യപ്പെടുക? ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയനെ കില്ല് ചെയ്യുക. ഇറ്റ് കിൽസ് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫുഡിനെ എന്ത് മീഡിയമാക്കുന്നു? അസിഡിക് മീഡിയമായിട്ട്, പ്യൂർലി അസിഡിക് ആയിട്ടുള്ള മീഡിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? HCl തന്നെയാണ്. പ്യൂർലി അസിഡിക് ആയിട്ടുള്ള മീഡിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് HCl ആണ്. ഓർത്ത് വെക്കുക, ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത് അസിഡിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത് അസിഡിക് ആയിട്ടുള്ള ഒരു മീഡിയമാണ്. ഗ്യാസ്ട്രിക് ജ്യൂസ് ഈസ് ഓൾസോ അസിഡിക്. ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത് അസിഡിക് ആയിട്ടുള്ള ഒരു മീഡിയമാണ്. അപ്പൊ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് നെക്സ്റ്റ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആ ഒരു മൂവ്മെന്റിന് കാരണമായിട്ടുള്ള മസിലാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഫിങ്ക്ടർ മസിലാണെന്ന് ഓൾറെഡി പറഞ്ഞു. സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് പാർട്ടായിട്ട് വരിക എന്തായിരിക്കും? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആയിരിക്കും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് പാർട്ട് എന്ന് പറയാം. കാരണം കുറച്ച് എൻസൈംസ് ഓർക്കാനുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനിന് പ്രധാനമായിട്ടും 3 പാർട്സ് ആണുള്ളത്. There are 3 parts of small intestine. First part is duodenum. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഡിയോഡനം ആണ്. ഫസ്റ്റ് പാർട്ട് ഈസ് ഡിയോഡനം. അപ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ എങ്ങോട്ടാണ് പ്രവേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡിയോഡനത്തിലേക്കാണ് പ്രവേശിക്കുക. ഈ ഡിയോഡനത്തിലേക്ക് ഫുഡല്ല, കൈമാണ്. കൈം എത്തിക്കഴിയുമ്പോൾ എന്തിന്റെ സെക്രീഷൻസ് ആണ് നടക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സെക്രീഷൻ എന്ന് പറയുന്നത് ബൈൽ ജ്യൂസിന്റെ ആണ്. ഫസ്റ്റ് സെക്രീഷൻ നടക്കുന്നത് ബൈൽ ജ്യൂസ് ആണ്. ബൈൽ ജ്യൂസ് 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ബൈൽ ജ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരായിരിക്കും? ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ് ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുക. ബൈൽ ജ്യൂസ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോർഡ് ബൈ ഗ്യാൽ ബ്ലാഡർ ആണ് ബൈൽ ജ്യൂസ് സ്റ്റോർ ചെയ്യുക. അപ്പം നിലവിൽ ഈ പറയുന്ന കൈം ഏത് മീഡിയം ആയിരിക്കും? ആരെങ്കിലും ചാറ്റിലൊന്ന് പറയാമോ? കൈം ഏത് മീഡിയം ആയിരിക്കും നിലവിൽ? ഫുഡ് ഏത് മീഡിയത്തിലാണ്? സ്റ്റൊമക്കിൽ ഏത് മീഡിയത്തിലായിരിക്കും കാണപ്പെടുക? അസിഡിക് ആണ്. ശരിയാണ്, അസിഡിക് ആണല്ലേ. അപ്പം
നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള ഈ ഡിയോഡനത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം നടത്തുന്ന സെക്രീഷൻ എന്തിന്റെയാണെന്ന് പറഞ്ഞു, ബൈൽ ജ്യൂസിന്റെയാണ്. ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ലിവർ ആണ്. സ്റ്റോർ ചെയ്യുന്ന ആരാണ്? ഗ്യാൾ ബ്ലാഡർ ആണ്. ഈ ഗ്യാൾ ബ്ലാഡറിൽ നിന്ന് ബൈൽ ഡക്റ്റുകൾ വഴിയാണ് എവിടേക്ക് ബൈൽ ജ്യൂസ് എത്തുക? ഡിയോഡനത്തിലേക്ക് ബൈൽ ജ്യൂസ് എത്തുക. അപ്പൊ ബൈൽ ജ്യൂസിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫുഡിനെ അല്ലെങ്കിൽ കൈമിനെ ബേസിക് നേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ബേസിക് അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആൽക്കലൈൻ നേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇറ്റ് കൺവേർട്സ് കൈം ഇൻ ടു ആൽക്കലൈൻ നേച്ചർ. ആൽക്കലൈൻ നേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആര്? ബൈൽ ജ്യൂസ്. കാരണം എന്താണ്? കാരണം ഈ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ്. ബൈൽ ജ്യൂസിന്റെ സെക്രീഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് സെക്രീഷൻ നടത്തുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ആണ് ഡിയോഡനത്തിലേക്ക് നെക്സ്റ്റ് സെക്രീഷൻ നടത്തുക. അപ്പൊ പാൻക്രിയാസിന്റെ കേസിൽ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസ് എന്തായിരിക്കും? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുക. പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുക. ഇതും ബേസിക് മീഡിയത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി അങ്ങോട്ട് പറയുന്ന ഏത് സെക്രീഷൻസ് ഒക്കെ തന്നെ എന്താണ്? ആൽക്കലൈൻ മീഡിയത്തിലാണ്. ആകെ സ്റ്റൊമക്കിൽ മാത്രമാണ് ഫുഡ് അല്ലെങ്കിൽ കൈമ അസിഡിക് മീഡിയത്തിൽ കാണപ്പെടുക. അപ്പം ബൈൽ ജ്യൂസിന്റെ സെക്രീഷൻ അല്ലെങ്കിൽ ആ ഒരു ആക്ട് വഴി എന്ത് നടന്നു? ഫുഡ് അല്ലെങ്കിൽ കൈമ ആൽക്കലൈൻ നേച്ചറിലോട്ട് മാറുന്നു. ഇനി അവിടെ തന്നെ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സെക്രീഷൻ പാൻക്രിയാസിന്റെ എന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഈ ബൈൽ ജ്യൂസിന്റെ മറ്റൊരു ഫീച്ചർ കൂടെ ഓർത്ത് വെക്കുക. ആൽക്കലൈൻ നേച്ചർ ആക്കുന്നെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ഇത് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാറ്റിനെ എമൽസിഫൈ ചെയ്യുന്ന ആള് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ്? അത് ബൈൽ ജ്യൂസ് ആണ്. എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ചെയ്യുന്ന ആരാണ്? ബൈൽ ജ്യൂസ് ആണ്. ബൈൽ ജ്യൂസ് ഡു എമൽസിഫൈ ഫാറ്റ്. ഫാറ്റിനെ എമൽസിഫൈ ചെയ്യുന്ന ആരാണ്? ബൈൽ ജ്യൂസ് ആണ്. എമൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫാറ്റ് ഒരു വലിയ കോമ്പൗണ്ട് ആണ്. അപ്പൊ ഈ വലിയ കോമ്പൗണ്ടിനെ ചെറിയ 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 യൂണിറ്റുകളായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അതിന്റെ സിംപ്ലർ യൂണിറ്റിലേക്ക് ബ്രേക്ക് ചെയ്യല്ല, ഒരു വലിപ്പത്തിൽ വലുതായിട്ടുള്ള ഫാറ്റിനെ ചെറിയ ചെറിയതായിട്ട് ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക? എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറയുക. എന്തിനാണ് എമൽസിഫൈ ചെയ്യുന്നത്? പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈമിന് ഫാറ്റിന്റെ പുറത്ത് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എമൽസിഫിക്കേഷൻ ചെയ്യുന്നത്. ആരാണ് എമൽസിഫൈ ചെയ്യുന്നത്? ബൈൽ ജ്യൂസ് ആണ് ഈ ഒരു എമൽസിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് സെക്രീഷൻ പാൻക്രിയാസ് ആണ്, പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പം ബേസിക് നേച്ചർ അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചറുള്ള ഒരു ജ്യൂസ് ആണ് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് ഓൾറെഡി പറഞ്ഞു. എൻസൈംസ് ഇമ്പോർട്ടന്റ് ആണ് പാൻക്രിയാറ്റിക് ജ്യൂസിൽ. ഒന്നാമത്തേത് ട്രിപ്സിൻ. ഫസ്റ്റ് വൺ ഈസ് ട്രിപ്സിൻ. രണ്ടാമത്തത് അമിലേസ്. സെക്കൻഡ് വൺ ഈസ് അമിലേസ്. നോട്ട് ചെയ്തെടുക്കുന്നവർ നോട്ട് ചെയ്തെടുത്ത്, ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തത് ലിപ്പേസ്. തേർഡ് വൺ ഈസ് ലിപ്പേസ്. അപ്പൊ 3 എൻസൈമുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഒന്ന് ട്രിപ്സിൻ, രണ്ടാമത്തെ അമിലേസ്, മൂന്നാമത്തെ ലിപ്പേസ്. ട്രിപ്സിന്റെ ഫംഗ്ഷൻ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുന്നു. ഇറ്റ് ബ്രേക്സ് പ്രോട്ടീൻ അതിന്റെ ചെറിയ ചെറിയ കമ്പോണൻസ്, അതായത് അമിനോ ആസിഡ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അമിലേസ് എന്തിനാ ബ്രേക്ക് ചെയ്യുന്നത്? ഓൾറെഡി പറഞ്ഞാണ്. അമിലേസ് എന്തിനാണ് ബ്രേക്ക് ചെയ്യുന്നത്? സ്റ്റാർച്ചിനെ ബ്രേക്ക് ചെയ്യുന്നു. അമിലേസ് സ്റ്റാർച്ചിനെ സിംപ്ലർ ഫോമിലേക്ക് ബ്രേക്ക് ചെയ്യുന്നു. ലിപ്പേസ് ബ്രേക്ക് ചെയ്യുന്നതോ എമൽസിഫൈഡ് ഫാറ്റിനെയാണ്. അപ്പൊ ഓൾറെഡി പറഞ്ഞു ബൈൽ ജ്യൂസ് ഫാറ്റിനെ എന്താണ്? ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ സിംപ്ലർ കോമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ ആർക്കുള്ള? ലിപ്പേസിനുള്ള അല്ലെങ്കിൽ ലൈപ്പേസിനുള്ള. ലിപ്പേസ് ബ്രേക്സ് എമൽസിഫൈഡ് ഫാറ്റ് ഇൻടു സിംപ്ലർ കോമ്പൗണ്ട്സ്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ ആക്ഷൻ നടക്കുന്നത് 1 പ്രോട്ടീനിലുണ്ട്, 2 സ്റ്റാർച്ചിലുണ്ട്, 3 ഫാറ്റിലുണ്ട്. അതായത് നമുക്കറിയാവുന്ന 3 ടൈപ്പ് ഓഫ് ഫുഡിലും എന്തിന്റെ ആക്ഷൻ നടക്കുന്നുണ്ട്? പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ ആക്ഷൻ നടക്കുന്നുണ്ട്. ശരിയാണല്ലോ? അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പാൻക്രിയാറ്റിക് ജ്യൂസിനെ വിളിക്കുന്ന പേര് ഇമ്പോർട്ടന്റ് ആണ്, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഈ പറയുന്ന പോയിന്റുകളെല്ലാം തന്നെ പല രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് പറയുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്നാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് അറിയപ്പെടുക. കാരണം ഓൾറെഡി പറഞ്ഞു 3 ടൈപ്പ് ഓഫ് ഫുഡ് നമുക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള 3 ടൈപ്പ് ഓഫ് ഫുഡ് ഏതൊക്കെയാ? പ്രോട്ടീൻ ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. ഈ 3നെയും ബ്രേക്ക് ചെയ്യാൻ കഴിവുള്ള ജ്യൂസാണ്
അല്ലെങ്കിൽ എൻസൈമുകളുള്ള സെക്രീഷൻ ആണ് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് ആരറിയപ്പെടുക? പാൻക്രിയാറ്റിക് ജ്യൂസ് അറിയപ്പെടുക. ഇറ്റ് ഈസ് കോൾഡ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ജജനമാണ്. സെക്കൻഡ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് ജജനം. സെക്കൻഡ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് ജജനം. സെക്കൻഡ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് ജജനം. ഫസ്റ്റ് പാർട്ട് ഡിയോഡനം ആണെന്ന് പറഞ്ഞു. ഡിയോഡനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. സെക്കൻഡ് പാർട്ട് ജജനമാണ്. ജജനത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. ഒന്ന്, കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നു. ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആവുന്നു. ഡൈജസ്റ്റീവ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു. കംപ്ലീറ്റ് ഡൈജഷൻ ടേക്സ് പ്ലേസ്. അതിനുശേഷം എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? അബ്സോർപ്ഷൻ സ്റ്റാർട്ട്സ്. അബ്സോർപ്ഷൻ സ്റ്റാർട്ട്സ്. അബ്സോർപ്ഷൻ തുടങ്ങുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇഞ്ചക്ഷൻ പറഞ്ഞു, ഡൈജഷൻ പറഞ്ഞു. ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ എവിടെ എത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യുന്നു? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ജജനം. ഫസ്റ്റ് പാർട്ട് ഡിയോഡനത്തിൽ ഡൈജസ്റ്റീവ് പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. സെക്കൻഡ് പാർട്ടായിട്ടുള്ള ജജനത്തിൽ എത്തുമ്പോൾ എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നു? ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അവിടെ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക? തേർഡ് ന്യൂട്രീഷൻ്റെ തേർഡ് പ്രോസസ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ജജനത്തിൽ നിന്നാണ്. ജജനം. ഇപ്പം ഡൈജഷൻ കംപ്ലീറ്റ് ആകുന്നു എന്ന് പറഞ്ഞു. അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്രീഷൻ നടക്കുന്നത് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെയാണ്. സെക്രീഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഒന്ന് ഇറപ്സിൻ. ഇതും ശേഷിക്കുന്ന പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുന്ന, മിച്ചം വരുന്ന പ്രോട്ടീനെ ഓൾറെഡി ട്രിപ്സിൻ ആക്ട് ചെയ്തിട്ടുണ്ട്, പെപ്സിൻ ആക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റൊമക്കിൽ പെപ്സിൻ ആക്ട് ചെയ്തു. ഡിയോഡനത്തിൽ എന്താക്ട് ചെയ്തു? ട്രിപ്സിൻ ആക്ട് ചെയ്തു. അതിനുശേഷം മിച്ചം വരുന്ന പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈമാണ് ഇറപ്സിൻ എന്ന് പറയാം. എവിടെയാണ് കാണപ്പെടുക? ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലാണ് ഇത് കാണപ്പെടുക. ഇറ്റ് ബ്രേക്സ് പ്രോട്ടീൻ. ഇറപ്സിൻ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുന്നു. അതേപോലെ മാൾട്ടേസ് ഉണ്ട്, സൂക്രേസ് ഉണ്ട്. പിന്നെ ലിപ്പേസ് ഉണ്ട്. മാൾട്ടേസ്, ലിപ്പേസ്. എന്തായിരിക്കും മാൾട്ടേസ് ചെയ്യുക? മാൾട്ടോസിനെ ബ്രേക്ക് ചെയ്യുന്നു. സൂക്രേസ് എന്തായിരിക്കും ചെയ്യുക? സൂക്രോസിനെ ബ്രേക്ക് ചെയ്യുന്നു. സൂക്രോസിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് എന്താ ഫോം ചെയ്യുക? ഈ മാൾട്ടേസും സൂക്രോസും ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഫോം ചെയ്യുന്ന സാധനം ഓർത്ത് വെക്കുക, ഗ്ലൂക്കോസ് ആയിരിക്കും. ഫൈനൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാർച്ചിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി അറിയാം, ഗ്ലൂക്കോസ് ആണ്. പ്രോട്ടീന്റെ സിംപ്ലസ്റ്റ് യൂണിറ്റ് ഓൾറെഡി പറഞ്ഞു അമിനോ ആസിഡ് ആണ്. ഫാറ്റിന്റെ സിംപ്ലസ്റ്റ് യൂണിറ്റ് എന്താണ്? ഫാറ്റി ആസിഡ് ആണ്. പിന്നെന്താണ്? ഫാറ്റിന്റെ സിംപ്ലസ്റ്റ് യൂണിറ്റ് ഫാറ്റി ആസിഡ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ സ്റ്റാർച്ചിന്റെ സിംപ്ലസ്റ്റ് യൂണിറ്റ് ഗ്ലൂക്കോസും ആണ്. ഇത്ര സാധനം ഓർത്ത് വെക്കുക. ഇവിടെ ലിപ്പേസിന്റെ ഫംഗ്ഷൻ ഓൾറെഡി അറിയാം. എന്താണ്? ഫാറ്റിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ആണ് പ്രധാനമായിട്ട് ഇവിടെ സെക്രീറ്റ് ചെയ്യപ്പെടുക, ജജനത്തിൽ സെക്രീറ്റ് ചെയ്യപ്പെടുക. ജജനം എന്താണ്? സെക്കൻഡ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇനി തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഇലിയം. ഇലിയത്തിലാണ് അബ്സോർപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുക. എവിടെയാണ്? ഇലിയത്തിലാണ്. കംപ്ലീറ്റ് അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ്. ഇനി അബ്സോർപ്ഷൻ നടത്താൻ വേണ്ടി സ്മോൾ ഇൻറ്റസ്റ്റൈൻ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. വില്ലൈ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് അബ്സോർപ്ഷന് വേണ്ടി സ്മോൾ ഇൻറ്റസ്റ്റൈൻ യൂസ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും കാണപ്പെടുക ഇലിയം എന്ന് പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടിലാണ്. ഇലിയം എന്ന് പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാൾസിനെയാണ് പൊതുവെ ഇലിയം എന്ന് പറയുക. അബ്സോർപ്ഷൻ പ്രോസസ്സ് നടക്കുന്ന സ്ട്രക്ചറിന്റെ പേര് വില്ലൈ. അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ത്രൂ വില്ലൈ. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. ഡൈജസ്റ്റീവ് പ്രോസസ്സ് കൺക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? നെക്സ്റ്റ് പാർട്ടായിട്ട് വരിക സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞിട്ട് എന്തായിരിക്കും വരിക? ലാർജ് ഇൻറ്റസ്റ്റൈൻ.
എന്തായിരിക്കും ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോവുക? ഡൈജസ്റ്റീവ് പ്രോസസ്സുകളിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് ചെറിയ ചെറിയ കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്ത വേസ്റ്റ് പ്രൊഡക്ട്സ് ആണ് എങ്ങോട്ട് പോവുക? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പ്രധാനമായിട്ടും പോവുക. അപ്പൊ ഈ വേസ്റ്റ് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു പാർട്ടിനെ ഫീസസ് എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ആര് പ്രധാനമായിട്ടും ചെയ്യുക? ലാർജ് ഇൻറ്റസ്റ്റൈൻ ചെയ്യുക. ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രധാനമായിട്ടും അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ ഫീസസ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. ശരീരത്തിന്റെ വെളിയിലേക്ക് പോകുന്നത്, ഏനസ് വഴി പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഓർത്ത് വെക്കുക, ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ 1 അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ ഫീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 2 വാട്ടർ അബ്സോർപ്ഷൻ പ്രധാനമായിട്ടും നടക്കുന്ന ഒരു സൈറ്റ് കൂടെയാണ് എന്ത്? ലാർജ് ഇൻറ്റസ്റ്റൈൻ. വാട്ടർ അബ്സോർപ്ഷൻ ഓൾസോ ടേക്ക് പ്ലേസ്. ഇപ്പം നമ്മൾ ന്യൂട്രീഷന്റെ ഇഞ്ചക്ഷൻ പറഞ്ഞു, ഡൈജഷൻ പറഞ്ഞു, അബ്സോർപ്ഷൻ പറഞ്ഞു, ഡെഫിക്കേഷനും പറഞ്ഞു. ഡെഫിക്കേഷൻ ആണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഫീസസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ ഫീസസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് എന്ത് പറയാ? ഡെഫിക്കേഷൻ എന്ന് പറയാം. ഇനി ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞ അസിമിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒരു കാര്യം മാത്രം ഓർത്ത് വെക്കുക, ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ ബോഡി അബ്സോർവ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയാ? അബ്സോർപ്ഷൻ എന്ന് പറയാം. ഡൈജസ്റ്റ് ചെയ്ത ഫുഡിനെ ബോഡി അബ്സോർവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാ? അബ്സോർപ്ഷൻ എന്ന് പറയാം. ഇനി ഈ അബ്സോർവ് ചെയ്ത ഫുഡിനെ ബോഡി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് പറയാ? അസിമിലേഷൻ എന്ന് പറയാം. അബ്സോർബ് ചെയ്ത ഫുഡിനെ ബോഡി യൂസ് ചെയ്യുന്ന, ബോഡിയുടെ പല ആവശ്യങ്ങൾക്കായിട്ട് ബോഡി യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാ? അസിമിലേഷൻ എന്ന് പറയാം. അപ്പൊ ഇത്രയാണ് ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ എന്ന് പറയാം. ഇപ്പൊ ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? പെട്ടെന്നൊന്ന് ചാറ്റിൽ പറഞ്ഞേ. ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? പെട്ടെന്ന് ചാറ്റിൽ പറഞ്ഞേ. ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിവർ ആണ്, ശരിയാണ്. സ്റ്റോർ ചെയ്യുന്നതോ? സ്റ്റോർഡ് ബൈ ഗ്യാൽ ബ്ലാഡർ. ഓക്കെ, ഗുഡ്. സ്റ്റോർഡ് ബൈ ഗ്യാൽ ബ്ലാഡർ. 17ാമത്തെ ചോദ്യം. നമ്മുടെ ടൈം തീരാറായതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് സെഷനിൽ ഞാൻ ഇത് ആഡ് ചെയ്തോളാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ളൊരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി. എന്തായിരിക്കും ടാക്സോണമിക്കൽ ഹയറാർക്കി? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടാക്സോണമി എന്തായിരിക്കും? ടാക്സോണമി ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സയൻസിന്റെ ശൃംഖലയാണ് എന്ത് പറയുക? ടാക്സോണമി എന്ന് പറയാം. ഇറ്റ് ഡീൽസ് വിത്ത് ക്ലാസിഫൈങ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സയൻസിന്റെ ശൃംഖലയാണ് എന്ത് പറയുക? ടാക്സോണമി എന്ന് പറയാം. ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സയൻസിന്റെ ശൃംഖലയാണ് ടാക്സോണമി എന്ന് പറയുക. ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്ന ആരാണ്? കാൾ ലിനസ് ആണ്. ഇത് ഓൾറെഡി കഴിഞ്ഞ തവണ പറഞ്ഞാണ്. കാൾ ലിനസ് എന്തുകൊണ്ടാണ് ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുക? ഒരു ബുക്ക് എഴുതി, ബുക്കിന്റെ പേര് സിസ്റ്റമാ നേച്ചർ. എന്താണ് ഈ ബുക്കിൽ ചെയ്തതെന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. 2 കിങ്ഡം ആയിട്ട് എല്ലാ ഓർഗാനിസത്തെയും ക്ലാസിഫൈ ചെയ്തു. കിങ്ഡം പ്ലാന്റെയും കിങ്ഡം ആനിമലിയ. ഇങ്ങനെ 2 കിങ്ഡം ആയിട്ട് എല്ലാ ഓർഗാനിസത്തെയും ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പം ടാക്സോണമിയുടെ ബേസ് എന്ന ആരാന്ന് പറഞ്ഞു? കാൾ ലിനസ് ആണ്. ഇദ്ദേഹം തന്നെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്യുന്നത്. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാന്ന് തോന്നുന്നു. ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്യുന്ന ആരാണ്? കാൾ ലിനസ് തന്നെയാണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ കാൾ ലിനസ്. എന്തായിരിക്കും ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാ? സയന്റിഫിക് നെയിം കൊടുക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയാ? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാം. സയന്റിഫിക് നെയിം കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാ? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാം. പ്രോസസ് ഓഫ് ഗിവിംഗ് സയന്റിഫിക് നെയിംസ് ടു ആൻ ഓർഗാനിസം. ശരിയാണ്. അപ്പൊ നമ്മൾ ചോദ്യം ഇതാണ്, ടാക്സോണമിക്കൽ ഹയറാർക്കിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം.
ടോപ്പ് ലെവൽ ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത് കിങ്ഡം ആണ്. അതിനുശേഷം എന്ത് വരും? ഫൈലം വരും. കിങ്ഡം, ഫൈലം. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് ആണ്. അതിനുശേഷം എന്ത് വരും? ഓർഡർ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ജീനസ്, സ്പീഷീസ്. ഇത്ര സാധനമാണ് എന്തിൽ വരിക? ടാക്സോണമിക്കൽ ഹൈറാർക്കിയിൽ വരിക. അപ്പൊ ടോപ്പ് മോസ്റ്റ് യൂണിറ്റ് ഓഫ് ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കിങ്ഡം ആണ് ടോപ്പ് മോസ്റ്റ്. ടോപ്പ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കിങ്ഡം ആണ്. ലോവസ്റ്റ് ഏതാണ്? സ്പീഷീസ് ആണ്. ലോവസ്റ്റ് ഏതാണ്? സ്പീഷീസ് ആണ്. ഇത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ടാക്സോണമിക് ഹൈറാർക്കി? ഏതായിരിക്കും? കിങ്ഡം വരണം, പിന്നെ ഏതാണ്? കിങ്ഡം വരണം, ഫൈലം വരണം സെക്കൻഡ് അല്ലേ? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഈ ഒരു പോയിന്റ് കിട്ടിയല്ലോ. കിട്ടിയെങ്കിൽ ഒരു കാര്യം കൂടി ഇവിടെ പറയാം. സയന്റിഫിക് നെയിം കൊടുക്കുന്ന പ്രക്രിയയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സയന്റിഫിക് നെയിം ടേം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുക. ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ടാക്സോണമിക്കൽ ഹൈറാർക്കിയിലെ ജീനസിനെ സൂചിപ്പിക്കുന്നു. ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സ്പീഷീസിനെ സൂചിപ്പിക്കുന്നു. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സ്പീഷീസിനെ സൂചിപ്പിക്കുന്നു. സെക്കൻഡ് ടേം ആണ് സയന്റിഫിക് നെയിമിലെ സെക്കൻഡ് ടേം. എന്താണ്? സ്പീഷീസിനെ സൂചിപ്പിക്കുന്നു. അപ്പം ഇവിടെ പോയിന്റ് ഓർത്ത് വെക്കേണ്ടത് ജീനസും സ്പീഷീസും ആണ് സയന്റിഫിക് നെയിമിംഗിൽ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ടേം ആയിട്ടുള്ള ജീനസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? സ്മോൾ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ സയന്റിഫിക് നെയിം കൊടുക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജീനസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേമിന് എന്തായിരിക്കണം? ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. സെക്കൻഡ് ടേം ആയിട്ടുള്ള സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേം യൂസ് ചെയ്യുമ്പോൾ അവിടെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. ഇനി പെട്ടെന്ന് മാഗിഫെറ ഇൻഡിക്ക എന്തിന്റെ സയന്റിഫിക് നെയിമാ? ചാറ്റിൽ പറഞ്ഞോ. മാഗിഫെറ ഇൻഡിക്ക എന്തിന്റെ സയന്റിഫിക് നെയിമാ? സയന്റിഫിക് നെയിം ഓഫ് ഡാഷ് ഇസ് മാഗിഫെറ ഇൻഡിക്ക. സയന്റിഫിക് നെയിം ഓഫ് ഡാഷ് ഇസ് മാഗിഫെറ ഇൻഡിക്ക. ചാറ്റില് മാംഗോയുടെ സയന്റിഫിക് നെയിം ആണ് മാഗിഫെറ ഇൻഡിക്ക. ഇവിടെ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ടേം ഞാൻ ക്യാപിറ്റൽ യൂസ് ചെയ്തു, സെക്കൻഡ് ടേം സ്മോൾ ലെറ്റർ യൂസ് ചെയ്തു അല്ലേ? പിന്നെ അറിയാവുന്ന ഹോമോസാപ്പിയൻ, ഹ്യൂമന്റെ ഹോമോസാപ്പിയൻ സയന്റിഫിക് നെയിം ആണ് അല്ലേ? ഹോമോസാപ്പിയൻ ഹ്യൂമൻ ആണ്. ഹ്യൂമൻസിന്റെ സയന്റിഫിക് നെയിം ആണ് ഹോമോസാപ്പിയൻ. അടുത്തത് ബോസ് ഇൻഡിക്കസ് എന്തിന്റെ സയന്റിഫിക് നെയിം ആയിരിക്കും? കൗ അല്ലെങ്കിൽ കാറ്റിലിന്റെ സയന്റിഫിക് നെയിം ആണ് ബോസ് ഇൻഡിക്കസ്. ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, ഇതൂടെ ഓർത്ത് വെക്കുക. ബോസ് ഇൻഡിക്കസ്. ഇത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. 19ാമത്തെ ചോദ്യം, ടൈഫോയിഡ് ഫീവർ കൺഫർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. ടൈഫോയിഡ് ഫീവർ ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഓപ്ഷൻ ബി വൈഡൽ ടെസ്റ്റ് ആണ്. ടൈഫോയിഡ് ഫീവർ കൺഫേം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയും. ടൈഫോയിഡ് ഫീവർ കൺഫേം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് വൈഡൽ ടെസ്റ്റ് ആണ്. വൈഡൽ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു കൺഫേം ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് കോസ് ചെയ്യുന്ന ആരാണ്? ബാക്ടീരിയ ആണ് ടൈഫോയിഡ് കോസ് ചെയ്യുക. ബാക്ടീരിയയുടെ പേര് സാൽമോണല്ല ടൈഫി. ഇമ്പോർട്ടന്റ് ആണ്. ബാക്ടീരിയ സാൽമോണല്ല ടൈഫി ആണ് എന്ത് കോസ് ചെയ്യുക? ടൈഫോയിഡ് ഫീവർ കോസ് ചെയ്യുക. ഓപ്ഷൻ ബി എന്താണ്? വൈഡൽ ടെസ്റ്റ് യൂസ് ചെയ്താണ് ഇത് കൺഫേം ചെയ്യുക. അത് ഓർക്കുക. ഇനി ഇവിടെ ഒന്നാമത്തെ കൂംസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബോഡിയിലുള്ള ആന്റിബോഡീസിന്റെ പ്രസൻസ് കൺഫേം ചെയ്യാൻ വേണ്ടി ആന്റിബോഡീസിന്റെ പ്രസൻസ്. കൂംസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു കൺഫേം ദ പ്രസൻസ് ഓഫ് ആന്റിബോഡിയുടെ പ്രസൻസ് ബോഡിയിൽ പ്രത്യേകമായിട്ട് RBCക്ക് വിരുദ്ധ സ്വഭാവം കാണിക്കുന്ന ആന്റിബോഡീസിന്റെ കൺഫർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്
ഊംസ് ടെസ്റ്റ് എന്ന് പറയുക. മാൻടോക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത് ട്യൂബർകുലോസിസിനുള്ള ടെസ്റ്റാണ്. ട്യൂബർകുലോസിസിനുള്ള ടെസ്റ്റാണ് മാൻടോക്സ് ടെസ്റ്റ് എന്ന് പറയാം. ട്യൂബർകുലോസിസിനുള്ള ടെസ്റ്റാണ് മാൻടോക്സ് ടെസ്റ്റ് എന്ന് പറയാം. മാൻടോക്സ് ടെസ്റ്റ്. ഇതല്ലെങ്കിൽ TST എന്ന് അറിയപ്പെടാറുണ്ട്. ട്യൂബർക്യുലിൻ സ്കിൻ ടെസ്റ്റ്. Mantoux test is also called tuberculin skin test. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റത്തെ ഒരെണ്ണം കൂടെ ഉണ്ട്, കാസിൽ മേയർ ടെസ്റ്റ് ഒക്കെ നിങ്ങൾ പല പടങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും, മൂവീസിൽ കേട്ടിട്ടുള്ളതായിരിക്കും. ബ്ലഡ് സ്റ്റെയിൻസ് ഒന്നും കാണാത്ത ക്രൈം സീനുകളിലൊക്കെ ബ്ലഡ് സ്റ്റെയിൻ ഒന്നും കാണാത്തടത്ത് പോലും ചെറിയ ബ്ലഡിന്റെ സാമ്പിൾസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് പ്രോസസ്സാണ് കാസിൽ മേയർ ടെസ്റ്റ് എന്ന് പറയാം. ഡിറ്റക്ഷൻ ഓഫ് ബ്ലഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ബ്ലഡ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഡിറ്റക്ഷൻ ഓഫ് ബ്ലഡ്, കാസിൽ മേയർ ടെസ്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ബ്ലഡിന്റെ ഡിറ്റക്ഷന് വേണ്ടി. വിസിബിൾ ആയിട്ടുള്ള അതിൽ കാണാത്ത ബ്ലഡിന്റെ ഡിറ്റക്ഷന് വേണ്ടി, പ്രത്യേകിച്ച് ക്രൈം സീനുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കാസിൽ മേയർ ടെസ്റ്റ് എന്ന് പറയാം. ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞതാണ്, ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ പറഞ്ഞാണ്. ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ ഫങ്ഷൻ ഓഫ് ലിപ്പേസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. ഫങ്ഷൻ ഓഫ് ലിപ്പേസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. ചാറ്റിൽ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു വായിച്ചു നോക്കിയിട്ട് രണ്ടുപേരും പറഞ്ഞു. ഓക്കെ, ഓപ്ഷൻ ബി, ബ്രേക്കിംഗ് ഓഫ് എമൽസിഫൈഡ് ഫാറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് ആരുടെ? ലിപ്പേസിന്റെ. എമൽസിഫിക്കേഷൻ ചെയ്യുന്ന ആരാണ്? എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ഈസ് ഡൺ ബൈ ബൈൽ ജ്യൂസ്. ആ പോയിന്റ് ഇവിടെ ഓർത്ത് വെക്കുക. എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ഈസ് ഡൺ ബൈ ബൈൽ ജ്യൂസ് ആണ് ഫാറ്റിന്റെ എമൽസിഫിക്കേഷൻ ചെയ്യുക. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്തോ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, വൈൻഡ് ചെയ്യാൻ ടൈമായെന്ന് തോന്നുന്നു, ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, sir.